ബിസിനസ് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആ ബിസിനസിന്റെ സക്സസ് സ്റ്റോറി മാത്രമാണ്. പക്ഷേ അതിന് പിന്നിൽ ഒരാളുടെ ഒരു ചെറിയ ഡ്രീം ഉണ്ടാവും. ആ ഡ്രീമിന് വേണ്ടി അയാളുടെ അടുത്ത് ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടാവും. പിന്നെ അയാളുടെ മിസ്റ്റേക്സ്, ഡൗട്ട്സ്, ചലഞ്ചസ് ഇതെല്ലാം തരണം ചെയ്ത് പിന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ. പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്വന്തം ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ള യാത്ര അത്ര എളുപ്പമായിരിക്കില്ല. അങ്ങനെയുള്ള റിയൽ ജേർണീസ്, റിയൽ സ്ട്രഗിൾസ്, അതിൽ നിന്ന് അവർ നേടിയെടുത്ത എക്സ്പീരിയൻസ്, ഇതെല്ലാമാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് സൈലിഷ് എന്ന ഓൺലൈൻ പ്രീമിയം ബുട്ടിക്കിന്റെ ഓണറും ഫൗണ്ടറായിട്ടുള്ള പ്രിമ മാം ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീം എങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് വളർന്നു എന്ന് നമുക്ക് പ്രിമ മാമിൽ നിന്ന് തന്നെ കേൾക്കാം. 2016 ആരും ഷോപ്പ് ഇടാത്ത സമയത്ത് ഓൺലൈൻ ഷോപ്പ് എന്ന് പറഞ്ഞ സാധനം എഴുതി കാണിക്കാൻ പോലും ഓൺലൈനാ. അതെ, ആർക്കും ഒന്നും മനസ്സിലാവാത്തൊരു കാലമാണ് എന്താണ്. അതായത് അന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അതെ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഞാൻ പോലും എനിക്ക് തോന്നുന്നു 2018 ഇൻസ്റ്റ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഫേസ്ബുക്കിലാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഷോപ്പിട്ട് നമുക്ക് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ മോന് 1 വയസ്സേ ഉണ്ടായുള്ളൂ. അപ്പോൾ അന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയോ കസ്റ്റമർ വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും, കാരണം ഫീഡിങ് ആണ്, വീട്ടിലേക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അമ്മയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഓൺലൈനായിരിക്കും ബെറ്റർ എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ബ്രാൻഡ്സിൽ മാമൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്തു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഞാനൊരു സ്റ്റാൻഡിൽ ഒരു 10 കുർത്തീസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടത്. അന്ന് നമ്മളിങ്ങനെ ഐഡിയലായിട്ട് നിൽക്കും, എന്താ പറയുക, ഒരു വികാരം ഇല്ലാത്തൊരു നിൽപ്പില്ലേ. അന്ന് നമ്മൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ അറിയില്ല, നമ്മളിങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ തന്നെയാണോ, ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണ്, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്കറിയില്ല, ക്യാമറ ഫിയർ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംസാരിച്ച് നമ്മൾ തുടങ്ങിയതാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫേസ്ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2017 നമ്മുടെ 17-18 ഔട്ട് തുടങ്ങിയിട്ടുള്ള, അതായത് വീഡിയോസ് സ്വന്തമായി പ്രസൻറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുർത്തീനെ പറ്റി 4 വാക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സൈലിഷാണ്. ആ സമയത്ത് മാമിൻ്റെ ഒരു ഗട്ട്സ് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഒരു ഓൺലൈൻ ബിസിനസ് ഭയങ്കര ഒട്ടും പോപ്പുലർ ആയ സമയത്ത് മാമ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതിപ്പോഴും എൻ്റെ ആഗ്രഹം, ആ സിറ്റുവേഷൻ എന്നെ കൊണ്ട് പഠിപ്പിച്ചൊരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ പറയില്ല ഒന്നും ഫേവറബിൾ ആയിട്ട് വരില്ല, പക്ഷേ നമ്മളുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മാം സൈലിഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഇത് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. എനിക്കറിയേണ്ടത് സൈലിഷ് ബ്രാൻഡ് അവിടെ നിൽക്കട്ടെ, ബിഫോർ സൈലിഷ് പ്രിമ ആരായിരുന്നു, എന്തായിരുന്നു ആ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ മാമിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൈലിഷ്. ഓക്കെ, എന്താ പറയാ, നമ്മളൊരു സാധാരണ ഒരു തൃശ്ശൂർ ജനിച്ച് വളർന്ന ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു, മൂക്കന്നൂർ അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചു. അത് ഞങ്ങൾ കോയമ്പത്തൂർ സെറ്റിലായിരുന്നു. പക്ഷെ എന്താ പറയുക, പഠിച്ചത് ഞാൻ ബിടെക് ആണ്. അത് കഴിഞ്ഞിട്ട് എംടെക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിൽ പാസ്സായിരുന്നു. കോയമ്പത്തൂർ എത്തി നിൽക്കുന്നു, കല്യാണം കഴിഞ്ഞ കോയമ്പത്തൂർ എത്തി നിന്നു. അവിടെ നമ്മുടെ എന്താ പറയുക സ്ട്രഗിൾസ് അവിടെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങളായില്ല കുറേ നാളത്തേക്ക്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു കുഞ്ഞിനെ കിട്ടി. കുഞ്ഞിനെ കിട്ടിയപ്പോൾ നമ്മളടുത്ത് ചലഞ്ച് എന്ന് പറയുന്നത് ഇനി ജോബ് വേണമല്ലോ. ഓക്കെ, കുഞ്ഞൊക്കെ ആയി 1 വയസ്സായി. അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് വരുമ്പോഴേക്കും എൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നാട്ടിൽ നിൽക്കാം. അങ്ങനെ അപ്പച്ചൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, എൻ്റെ ബ്രദർ പുറത്താണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു ഓപ്ഷനാണ് ഓക്കെ നാട്ടിൽ വന്ന് സെറ്റിലാവും. അപ്പോൾ നോക്കുമ്പോൾ ഹസ്ബൻഡ് അപ്പച്ചനും അമ്മച്ചിയും ഇതുപോലെ നാട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മാനേജ് ചെയ്ത് പോകാമല്ലോ എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ നാട്ടിലേക്ക് ഷിഫ്റ്റായി. അങ്ങനെ ഷിഫ്റ്റ് ആയപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടൊരു ബിസിനസ് ചെയ്തു. ഞാൻ കുറേ ജോലി അറ്റൻഡ് ചെയ്തെങ്കിലും സ്റ്റിൽ നമ്മുടെ മോനെ നോക്കാൻ മമ്മിക്ക് ഏബിളല്ല, മമ്മിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അതായത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് ടെൻഷനായി. ഓക്കെ, ഇത് പോസിബിൾ ആവോ, ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് പറയില്ല ജോലി ഇട്ടിട്ട് വേണം ലീവ് എടുക്കാൻ, ആ അവസ്ഥ ആവോ എന്ന് എനിക്ക് പേടിയായി. അപ്പം ഞാൻ ഓക്കെ അന്ന് സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോവും വരികയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഫൂളിഷ്നെസ് ആണ് ഇപ്പം എനിക്ക് തോന്നാറുണ്ട്. കാരണം അന്ന് ലീവെങ്കിലും എടുക്കായിരുന്നു, ഇതിപ്പോൾ 24/7 ആയി. കാരണം നല്ലൊരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് അവർ ഫുള്ളി പാക്ഡ് ആയിരിക്കും. അപ്പം അന്ന് അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു ആശയമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കാരണം എൻ്റെ അമ്മയാണ്. അമ്മ എന്ന് പറഞ്ഞൊരു ടീച്ചർ അച്ഛമ്മയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളുടെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഡ്രസ്സ് പോരെ, എന്തിനാണ് അധികം, അങ്ങനെയുള്ളൊരു കർക്കശക്കാരിയായിട്ടുള്ളൊരു ടീച്ചറുടെ മകളാണ്, സ്പെഷ്യലി ഒരു ഹെഡ് മിസ്ട്രസ്സാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ അപ്പച്ചനും അങ്ങനെയാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ ആലോചിക്കും ഈ മമ്മിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഓക്കെ, എനിക്ക് പക്ഷേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയില്ല ചെയ്യരുത് എന്ന് പറയുമ്പോൾ
കൂടെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ് അതാണ്. പക്ഷേ എനിക്ക് അതിൽ ഒന്നും അറിയില്ല, ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞു മാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇപ്പൊ ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ ഇപ്പൊ കുറേ മാറി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവര് ഫാഷൻ ഡിസൈൻ ഭയങ്കരമായിട്ട് ഡ്രസ്സൊക്കെ നല്ല ഭംഗിയിലിട്ടുകൊണ്ട് വരും. അപ്പൊ ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനെന്ന് ചോദിച്ചപ്പോ അന്ന് ഓടിക്കും തന്നെ എന്റെ അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നിന്നെ ഞാൻ പഠിപ്പിച്ചത് ഇതിന് വേണ്ടിയിട്ടല്ലാന്നോ എപ്പോഴും. പ്രത്യേകിച്ച് ഒരു ടീച്ചറുടെ മോളൊക്കെ ആകുമ്പോൾ അക്കാഡമിക്കിൽ തന്നെ നന്നായിട്ട് വരണം, ഫാഷൻ ഡിസൈനൊക്കെ പോയി കളഞ്ഞു. അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും എന്റെ അപ്പച്ചൻ എന്നോട് പറയും എപ്പോഴാണത് പൂട്ടാ. അപ്പൊ ഞാൻ പറയും എന്റെ അപ്പച്ചൻ ഞാൻ ഇതിലും തെളിഞ്ഞു ഇനി പറയല്ലേ എന്ന് പറയും. കാരണം പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയും കഷ്ടപ്പെട്ട് അന്ന് എക്സാംസ് ഒക്കെ എഴുതി അപ്പച്ചൻ PSC ഒക്കെ കിട്ടി അങ്ങനെ ഒരു മാഷായി. അതുകൂടാണ്ട് അമ്മ ടീച്ചറാണ്, അമ്മ നല്ല മിടുക്കിയായിരുന്നു പഠിക്കാൻ. അപ്പൊ നമ്മുടെ പ്രതീക്ഷകൾ അവരുടെ അങ്ങനെയായിരുന്നു. എനിക്കറിയേണ്ടത് മാം ഈ സ്ട്രഗിൾസിൽ നിന്നൊക്കെ ഉയർത്തി സ്റ്റൈലിഷ് ബ്രാൻഡിനെ പൊക്കിക്കൊണ്ട് വന്ന എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഷോർട്ടായി പറയാൻ പറ്റും. ഷോർട്ടായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാഡ് എക്സ്പീരിയൻസസ് ആണ് എന്നെ മുഴുവൻ എന്താ പറയുക കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള സാധനങ്ങൾ. എൻ്റെ ഈ ബിസിനസ്സിലെടുത്ത അന്ന് മുതൽ ഞാൻ തുടങ്ങിയ ഒരു സ്ട്രഗിൾസാണ്. ഈസി വേ ഇല്ല, നമുക്കെല്ലാം ഒരു സാധനം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചും കരഞ്ഞായിരിക്കും കിട്ടാറ്, എന്ത് സാധനം. അത് കുഞ്ഞിലേ മുതലും അങ്ങനെ തന്നെയാണ്, ഈ ഒരു സാധനത്തിലും അങ്ങനെ തന്നെയാണ് വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം വിചാരിക്കും ചെയ്യാമെന്ന്, പക്ഷേ വരുന്ന ഒബ്സ്റ്റക്കിൾസും വരുന്ന തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ എടുത്താണ് നമ്മൾ എന്താ പറയുക ഒരു നല്ലൊരു നിലയിലെത്തിയെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇനീഷ്യലി തന്നെ മാം ഈ ഓൺലൈൻ ബിസിനസ് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് ഓൺലൈൻ ഇല്ല, എന്നിട്ട് മാം അത് തുടങ്ങി. അപ്പോൾ ഇനീഷ്യലി തന്നെ ഓർഡേഴ്സ് വന്നു. ഫസ്റ്റ് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മെറ്റേണിറ്റി വെയറാസ് ചെയ്തത്. അപ്പോൾ ഭാഗ്യത്തിന് അന്ന് കുറേ ഗർഭിണികളുണ്ടായിരുന്നു. കാരണം അന്ന് കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിലേക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ നോർമൽ അല്ല ചെയ്യുന്നത്, ഡ്രസ്സസ് കിട്ടാൻ ഓപ്ഷൻസ് ഒത്തിരി. എൻ്റെ മോനെ ഫീഡ് ചെയ്യാൻ തന്നെ ഞാൻ ചിന്തിച്ചെടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊരു ഓർഗനൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഈ ഒരു പ്ലാനിലേക്ക് എത്തിയത്. അന്ന് അതിന് നല്ല സെയിൽ ഉണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന ബിസിനസ് ഭയങ്കര ഈസിയാണ്, ഇതൊക്കെ എന്ത് എന്നല്ല ആ ഒരു സംഭവമില്ല, അതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് ഞാൻ പറഞ്ഞത്, അപ്പം എനിക്ക് തോന്നിയത് ഇനി ഞാൻ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, എന്നാൽ ഞാൻ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇടാതെ വെച്ചു. പക്ഷെ അവിടെയല്ല കളി മാറിയത്. പിന്നെയാണ് നമ്മളുടെ സ്ട്രഗിൾസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം സ്വന്തമായ ഒരു യൂണിറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് എന്താ പറയുക ശരിക്കും ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയോ ഉണ്ടാക്കിയൊരു ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ പറയുന്ന വില കൊടുത്ത് വാങ്ങി ഈ നമ്മുടെ ഹൈപ്പ് കൊണ്ട് അത് വിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ സ്ക്രാച്ച് നമ്മളത് ഡെവലപ്പ് ചെയ്യണം, ഡിസൈൻ ഡെവലപ്പ് ചെയ്യണം, ക്ലോത്ത് നോക്കണം, അതിന് ആപ്റ്റ് ആവുമോ നോക്കണം. റിസ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ്, മെൻ്റലി, ഫിസിക്കലി എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആ സംഭവത്തിലേക്കാണ് ഞാൻ പോയി കാലെടുത്ത് വെച്ചത്. അന്ന് എനിക്ക് മനസ്സിലായി ഇത് നിസ്സാര കളിയല്ല നമ്മൾ എടുത്തു വെച്ചേക്കണേ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി അതിൻ്റെ ശരിക്കും ഗ്രോത്തും ദ സെയിം ടൈം എക്സ്പീരിയൻസും ആണ് കിട്ടിയത്. അപ്പം നമ്മളൊരു ഫാഷൻ ഡിസൈനർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്രയും റിസ്ക് എടുക്കില്ല. കാരണം നമ്മൾ എന്താ പറയുക അതിൻ്റെ ഒരുപാട് ടെക്നിക്കൽ ടേംസ് നമുക്ക് അറിയാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷെ നമ്മൾ അന്ന് ഒന്നും അറിയാത്തത് കൊണ്ട് ആ കടലിലേക്ക് അങ്ങോട്ട് ചാടി. പിന്നെ എങ്ങനെയൊക്കെ നീന്തി പോരണം. പിന്നെ നമ്മൾ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നമ്മളുടെ സിദ്ധാന്തം അത് തന്നെയാണ് നടന്നത്. ഈ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞ പേര് എവിടെ നിന്ന് കിട്ടിയത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് ശരിക്കും അത് റിലേറ്റഡ് സ്റ്റൈലിഷ് എന്നുള്ളത്. സ്റ്റൈലിഷ് എന്ന് പറയുമ്പോൾ കുറെ പേര് സ്റ്റൈലിഷ്, താങ്ക് യു. ഞാൻ പക്ഷെ തിരുത്താൻ പോകാല്ലേ തൊട്ട്. പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പേരാന്ന് എനിക്ക് പിന്നീട് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പറയില്ല, പേരിലൊന്നുമല്ല കാര്യം, നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഇപ്പോഴും പേരിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. അതായത് ഇപ്പോഴും എന്നെ അറിയപ്പെടുന്നത് എൻ്റെ കുർത്തികളിൽ കൂടിയാണ്. ഒരിക്കലും എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് പോലും അറിയാത്തവരാണ് എൻ്റെ കസ്റ്റമേഴ്സ്. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ പേര് പറയാറില്ല. പക്ഷെ എൻ്റെ കുർത്തീനെ പറ്റി ഞാൻ വാചാലയാണ്. കാരണം ഞാനത് ചെയ്ത ഒരാളായതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവും ജീവനും ഉണ്ടാവും. തീർച്ചയായിട്ടും. കാരണം നോക്കി പറയുന്നതല്ല, അല്ലെങ്കിൽ പഠിച്ചു പറയുന്നതല്ല, നമ്മൾ ആ ഒരു കഷ്ടപ്പാടിലൂടെ പോയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ പറ്റി പറയാൻ ഭയങ്കര രസമായിരിക്കും എല്ലാവർക്കും. അതിലൊരു ജീവൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു സ്റ്റൈലിഷിനെ കുറച്ചുകൂടി വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ ഒരു ബുട്ടിക്കിൽ പോയത് എനിക്ക് തോന്നുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് എനിക്കൊന്നും അറിയാൻ പാടില്ല, എന്തായാലും എൻഗേജ്മെൻ്റ് അല്ലേ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണത്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുമ്പോൾ ഡ്രസ്സ് മേടിക്കും. അപ്പോൾ അന്ന് എനിക്ക് ചെല്ലുമ്പോൾ എനിക്കൊന്നും അറിയില്ല, അവരെന്തൊക്കെയോ പറയുന്നത്, നമുക്ക് എന്ത് തിരിച്ച് പറയേണ്ടത് പോലും അറിയാൻ പാടില്ല. പക്ഷെ മാമിന്റെ വീഡിയോസ് കാണാൻ വേണ്ടില്ല, നമ്മുടെ ഒരു ചേച്ചി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ എല്ലാം സെറ്റ് ആവും എന്ന് വെച്ചാൽ അത്രയും
നമ്മുടെ ഒരു ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുറെ പേര് എന്നോട് പറയാറുണ്ട് അത്രയും മാമിനായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അതാണ് മാമിന്റെ വീഡിയോസിൽ മാമിനെ വ്യത്യസ്തയാക്കുന്നത്. ഞാൻ പറയാറില്ലേ, ഞാൻ ഒരിക്കലും ആ വീഡിയോയിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി കേട്ടാറില്ല. എനിക്ക് എന്താ അറിയുന്നു അത് ഞാൻ പറയും. അതിലിപ്പോൾ ഒരു കളർ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ ഞാൻ പറയാറില്ല. കാരണം ഞാൻ വലിയ മാനിപ്പുലേറ്റ് നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുന്നതിനേക്കാളും നല്ലത് എനിക്കിതേ അറിയൂ. അത് ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. പിന്നെ മാമിന്റെ ഡിസൈൻസ് അതൊന്നും പറയാനില്ല. കാരണം ഞാൻ മാമിന്റെ ബ്രാൻഡ്സ് ഉള്ള ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഒരു ക്രീം കളർ ഇഷ്ടമായി, റെഡ് കളർ ഇഷ്ടമായി. പക്ഷെ എല്ലാം നല്ല ഭംഗിയുണ്ട്. കാരണം ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ ചിന്തിക്കാറ്. അതായത് ഇപ്പം ഞാനൊരു കസ്റ്റമറായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാവണം, ആ ഒരു ഫിനിഷിങ് ഉണ്ടാവണം, ഒരു ഫീൽ ഗുഡ് ഉണ്ടാവണം. പിന്നെ എന്താ പറയാ, നമ്മളിടുമ്പോൾ ഒരു എന്താ പറയാ 4 ആൾ നോക്കണം എന്നൊക്കെ പറയാം. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിന്റെ ജെനുവിനിറ്റിയിൽ ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. അതായത് നമ്മളിപ്പോൾ എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിനെ നമുക്ക് ലോ കോസ്റ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക റേറ്റ് കുറച്ച് ചീപ്പായിട്ട് ഒരു ഓൾമോസ്റ്റ് ലുക്കിൽ ഒപ്പിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എന്നെ പോലെ ചിന്തിക്കുന്നവരായിരിക്കും. ഞാൻ പണ്ടും വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സാധനം വാങ്ങുവാണെങ്കിൽ അത് കുറേ ആഗ്രഹിച്ചായിരിക്കും വാങ്ങുക. അതിന് വേണ്ടി ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് നല്ല സാധനമേ വാങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഞാൻ. എന്താ പറയുക, ഇമ്പൾസീവ് പർച്ചേസ്, അങ്ങനെ ഇമ്പൾസ് പർച്ചേസ് ഉള്ള ഒരാളല്ല. കുറേ ആഗ്രഹിച്ച് വാങ്ങുമ്പോൾ നമുക്ക് അതിലൊരു ക്വാളിറ്റി, പൈസ മുടക്കി കസ്റ്റമേഴ്സ് ആയാലും ₹1 അവർ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് നാളെ അതൊരു നിരാശയാവാൻ പാടില്ല. ഇവൻ എൻ്റെ സർവീസ് കൊണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊണ്ടോ 100% നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അത് ഒരു മാനുഷിക പരിമിതിയില്ല. പക്ഷേ നമ്മൾ ശ്രമിക്കാതിരിക്കുന്നില്ല. എന്താ പറയുക, ഒരു കസ്റ്റമറെ സെറ്റിൽമെന്റ് ആക്കാണ്ടോ അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കാണ്ടോ നമ്മൾ പോകാറില്ല. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഒരുപാട് കാര്യമാണ്. എനിക്ക് സൈലിഷിന്റെ കസ്റ്റമേഴ്സിനുള്ള ഏറ്റവും ഒരു മാമിൻ്റെ ഒരു സജഷൻ ഉള്ളത്, ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഓൺലൈനിലൊക്കെ സാധനം വരെ കുറച്ച് സമയം എടുക്കും. ഇവിടെ ഈ കട ഇവിടെ വല്ല എടുത്തുണ്ടോ? അതാണ് മാമിൽ നിന്ന് എനിക്ക് ആ ഒരു നെഗറ്റീവ് ഒന്നല്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എന്തുകൊണ്ടാണ് മാം റീറ്റെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. അത് വൃത്തിയായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാനുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് വേണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുവാണെങ്കിൽ കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കാത്ത ലെവലിൽ ചെയ്യാം. അവരെന്തറിയണോ, അവർ വരുന്നു, പർച്ചേസ് ചെയ്യുന്നു, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾക്ക് എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് കുറവെന്നോ ഞാൻ പറയാം. അതെനിക്കിഷ്ടമില്ല. ഞാൻ ചെയ്യുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും എൻ്റെ ഒരു വിഷനിലുള്ള ഒരു കാര്യം തന്നെയാണ്, ഇല്ലാത്തല്ല. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയായിട്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു പോളിസി. ഇപ്പം നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് പറഞ്ഞതുകൊണ്ടാണ് മൾട്ടി ബ്രാൻഡ്സിൽ കൊടുത്തു തുടങ്ങി. അപ്പോൾ അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് പോകുന്നുണ്ട്. പക്ഷേ ഷുവർ ഒരു പ്രശ്നമില്ല അതിനകത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹാപ്പിയാണ് ആളുകൾ. അതായത് കുറേ പേർക്ക് ഇങ്ങനെ വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ ഹാപ്പി ആക്കാൻ എനിക്ക് മൾട്ടി ബ്രാൻഡ്സ് ഓക്കെയാണ്. അല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഓൺലൈൻ്റെ അതായത് 80% എന്താ പറയുക കാണാതെ വാങ്ങുന്ന കസ്റ്റമേഴ്സാണ്. അതാണ് അതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ച്. കാരണം പുറത്തുള്ള ആൾക്കാർ അവരൊന്നും കണ്ടിട്ടല്ല വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ലോക്കൽ പർച്ചേസാണ് കുറവ്. പകരം നമുക്ക് നല്ല പുറത്തത്തെ ആൾക്കാർ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ പറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ പ്രിമ എന്ന് പറഞ്ഞ വ്യക്തി ഒരു എന്താ പറയുക മാക്സിമം നന്നായിട്ട് കസ്റ്റമേഴ്സിനോട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഇനി അല്ല നമ്മളെ കൊണ്ട് പറ്റില്ല എങ്കിൽ അത് നമ്മൾ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുക എന്ന രീതിയാണ് എൻ്റെ ഒരു മെത്തേഡ്. എനിക്ക് ഭാവിയിൽ ഒരു റീറ്റെയിൽ ഷോപ്പ് ഇടണം എന്നാണ് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം അനുവദിക്കുവാണെങ്കിൽ ഞാനത് ചെയ്യും. പിന്നെ മാമിൻ്റെ പേജ് നോക്കുമ്പോൾ പ്രീമിയം ഓൺലൈൻ ഷോപ്പാണ്. അപ്പം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് റേറ്റ് അല്ല. പക്ഷേ ഞാൻ ഇത്ര എടുത്തു പറയാനുള്ള റീസൺ വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിലൊരു ഇപ്പം ചില ആളുകൾ വലിയ പൈസ ചെലവാക്കുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടണം. പിന്നീട് അത് വാങ്ങിച്ചിട്ട് പോയി പൈസക്ക് ഇത് വാങ്ങിച്ചത് നഷ്ടമായി പോയെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇപ്പൊ വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും എടി നീ ഇത് മേടിച്ചോ, ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ ഇടാടെ, അല്ലെങ്കിൽ ഇത് നല്ലതാണ്, ആ കാശിന് അത് വർത്താണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് സ്റ്റൈലിഷിന്റെ പ്രൊഡക്റ്റ് പൈസക്കുള്ളതുണ്ട്. എന്താ അങ്ങനെ വെച്ചേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ, കുറേ പേര് ഞാൻ കണ്ടു. അതായത് ഒരു എന്താ പറയണേ നിസാര വിലകൾ, ഞാൻ ഒരു വിലകേനെ ഒരിക്കലും താഴ്ത്തി കെട്ടി പറയുന്ന ആളല്ല. കാരണം ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ്, ഒരു പൈസയുടെ മൂല്യം അറിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. കാരണം ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഇങ്ങനെ ഭയങ്കര ഘോരമൊന്നും ഇല്ല. പക്ഷേ അതിൽ നിന്ന് തന്നെ വളർന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ പറയുന്ന കേസ്, നമ്മൾ
എന്താ പറയുക, ഫോൾസ് കമ്മിറ്റ്മെൻറ്റ്സ്, പ്രോമിസസ് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് പറ്റുന്ന കാര്യം അത് ഓക്കെ. ഇത്ര എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഞങ്ങളുടെ ഒരു കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ തയ്ക്കുന്ന ആ ഒരു സംഭവമല്ല. നമ്മൾ ഒരു 13 ഡിസൈനേഴ്സ്, നമ്മൾ ഇത്രയും എന്താ പറയുക ടൈലേഴ്സ്, അത്രയും മാസ്റ്റേഴ്സ്, പിന്നെ അതിന് സപ്പോർട്ടിങ് സ്റ്റാഫുകൾ, ഇത്രയും പേരെ വെക്കുമ്പോൾ വരുന്ന ഒരു കോസ്റ്റിംഗ്, ഓപ്പറേഷണൽ കോസ്റ്റ് അവിടെ എക്സിസ്റ്റിംഗ് ആണ്. അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിലവിൽ അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യണ്ടേ. ഇപ്പം എന്നെ വിശ്വസിച്ച് എൻ്റെ വന്നിട്ടുള്ള എൻ്റെ എല്ലാ സ്റ്റാഫിനെയും ഞാൻ നന്നായി തന്നെ നോക്കണം. അതും ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. ദ സെയിം ടൈം പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിനെ കമ്മിറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര പേരെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കാറില്ല. പകരം എനിക്ക് പറ്റുന്ന കാര്യങ്ങളിൽ പറ്റുന്ന കസ്റ്റമേഴ്സിനെ ഒരിക്കലും ഞാൻ അങ്ങനെ കാറ്റഗറി തിരിക്കാറുമില്ല. പാവപ്പെട്ടവൻ പണക്കാരൻ അങ്ങനെ ഒന്നുമില്ല. കാരണം എനിക്ക് പറ്റാത്തൊരു കാര്യമാണത്. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ നിലവിലുള്ള എക്സിസ്റ്റൻസ്, ആ വർക്ക് നടക്കണമല്ലോ, ആ വർക്കിന് വേണ്ടുന്ന എക്സ്പെൻസസ് നമ്മൾ ഇടുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു മാമിൻ്റെ ആ ഒരു ഷോപ്പിൽ, അല്ലെങ്കിൽ ഷോപ്പല്ല, ആ ഒരു പ്രൊഡക്റ്റ് മേടിച്ച ഒരാൾ രണ്ടാമതോടെ വരും. കാരണം ഞാനൊരു അതിലെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയാം, ഞങ്ങളുടെ ഒരു കസ്റ്റമറുണ്ട് ആൻമരിയാണ്. അവർ വളരെ സെലക്റ്റീവാണ്. പക്ഷെ അവരുടെ ഏറ്റവും പ്രൈം ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഞാൻ പറയില്ല ഡെയിലി വെയർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനൊന്നും വാങ്ങാൻ പറ്റിയ റേഞ്ച് അല്ല. പക്ഷെ അവരുടെ ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ ഹോളി കമ്മ്യൂണിയൻ അല്ല കുഞ്ഞിൻ്റെ ബാപ്റ്റിസം ആണ്, അതിനെൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. അതിന് തൊട്ട് മുമ്പ് പിന്നെ കഴിഞ്ഞ കൊല്ലം വന്നു. ആ കുട്ടി കഴിഞ്ഞ കൊല്ലം മുമ്പ് വന്നത്, അത് ബ്രദറിന്റെ കല്യാണത്തിന്. പിന്നെ വന്ന ഗ്യാപ്പ് 1 വർഷമാണ്. അല്ലാണ്ട് ഞാൻ പറയുന്നില്ല ഒരിക്കലും നിങ്ങൾ ഡെയിലി വാങ്ങണമെന്നോ, അങ്ങനെ ഇടാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അത് ആവശ്യത്തിന്. ഇപ്പൊ ഞാൻ തന്നെ ഇടുന്ന ഡ്രസ്സ് നിങ്ങൾ തന്നെ കണ്ടാലറിയാം, എൻ്റെ പല ഒക്കേഷൻസിലും ഞാൻ ഡ്രസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. നമ്മൾ ഇത്ര രൂപ കൊടുത്ത് ഭയങ്കര സാധനം ഒരു നേരത്തെ ഇടാനല്ല, നമ്മൾ സൂക്ഷിച്ച് ഒരുപാട് ഫംഗ്ഷൻസിന് ഇടാം. പക്ഷെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ വന്നു, അതിന്റെ പേരിൽ ഒരു പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ, ആ ഒരു കോൺസെപ്റ്റ് എനിക്കില്ല. കാരണം ഞാൻ ഇത്ര രൂപ കൊടുത്ത് വാങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ യൂണിറ്റിൽ ഞാൻ ഇത്ര രൂപ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ പല അവസരങ്ങളിലും ഇട്ട് ആ ഒരു പ്ലഷർ കണ്ടെത്താൻ അറിയാം. എനിക്ക് തോന്നുന്നു മാമിന്റെ ഡ്രസ്സ്, അതായത് മാമിന്റെ പേജിൽ നോക്കുമ്പോൾ മാമിന്റെ ഡ്രസ്സ് മാം തന്നെ ഇടാണ്. അതായത് മോഡൽ ഇടുന്നു, മാം ഇടുന്നു, രണ്ടുപേരും ഇടുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആസ് എ ഡിസൈനർ മാം പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാം ശ്രദ്ധിക്കാറ്? ഇപ്പോൾ മാം ഒരു സാരി പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാമിന്റെ ഷോപ്പ് അവിടെ നിന്ന് കിട്ടെ, അപ്പോൾ ഒരു ഡിസൈനർ പർച്ചേസ് ചെയ്യുമ്പോൾ മാം എന്തൊക്കെയാണ് നോക്കുക? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിറ്റി നോക്കും. അതായത് ക്വാളിറ്റി ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കളേഴ്സൊക്കെ, പിന്നെ അതുപോലെ അതിൽ ചൂസ് ചെയ്യുന്ന കളർ പോലെ ഒരു ക്വാളിറ്റിയുടെ ഒരു അതിൽ പെട്ടതാണ്. കാരണം നമ്മൾ എല്ലാ കളറും എല്ലാവർക്കും ചെയ്യില്ല. അതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആകുന്നു, അത് പ്രീമിയം ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അത് സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ഫീലിലേക്ക് വരുന്ന ഒരു ഫാബ്രിക് ആണോ, അല്ലെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആണോ, നമുക്ക് ഹോൾ ഡേ AM to PM നമുക്ക് ഇടാൻ പറ്റും. വെറുതെ കുറേ ഡ്രസ്സ് വാങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ പോലും നമുക്കൊരു ക്രേപ്പ് ലൈനിങ് ഇട്ടാൽ കിട്ടുന്ന ഫീലല്ല ഒരു സാൻറ്റൂൺ ലൈനിങ് ഇട്ടാൽ കിട്ടുക. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഏത് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത് കസ്റ്റമറുടെ ചോയ്സാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഞാൻ പണ്ടും പറയാൻ, എനിക്ക് സാരിയൊക്കെ എടുത്ത ദേഷ്യം വരും, അല്ലെങ്കിൽ എന്താ പറയുക ചൂടെടുക്കുകയാണെങ്കിൽ ദേഷ്യം വരും. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള സ്വഭാവമല്ല, അത് പണ്ടുള്ള സ്വഭാവം. കാരണം ഞാൻ വളർന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവും. എനിക്ക് എൻ്റെ ബോഡി ഇതായിട്ട് സെറ്റ് ആവില്ല. അപ്പോൾ അതിനെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പർച്ചേസാണ് ഞാൻ ചെയ്യുക. ഇപ്പം ഇത്രയും ഓൺലൈൻ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുക, എന്നെ വിശ്വസിച്ച് തരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊക്കെ എൻ്റെ സ്വഭാവമായിരിക്കും. നമ്മളത് കൺസിഡർ ചെയ്യണം. കാരണം നമ്മുടെ ഒരു കാറ്റഗറിയിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് അവർക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ക ബിസിനസ് മാത്രം ചിന്തിക്കുവാണെങ്കിൽ കുറേ പേരൊക്കെ ഞാൻ ചെയ്യണ കണ്ടിട്ടുണ്ട്, അവരുടെ പേഴ്സണൽ യൂസുകളിലൊന്നും അവരുടെ ബ്രാൻഡില്ല, അവരുടെ ബ്രാൻഡേ ഇല്ല. അവർ ഭയങ്കര സെറ്റപ്പിൽ വേറെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വരും. ഞാൻ ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കോൺഫിഡൻ്റ് അല്ലാത്തത് കൊണ്ടല്ലേ അവരത് ഇടാത്തത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാനിരിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ മുഖത്താ കോൺഫിഡൻസ് കിട്ടണം. അത് ഞാൻ ചെയ്യുന്ന എൻ്റെ ഡ്രസ്സിലുണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എന്താ പറയുക, ആ ഒരു സംഭവം വരുമ്പോൾ തന്നെ നമ്മൾ പർച്ചേസ് ഈസിയാണ്. ഓക്കെ, ഇത് ഇഷ്ടമാവും, ഉറപ്പാണ് ഇഷ്ടമാവും. അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് പർച്ചേസിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഫിനിഷിങ്, ഫിറ്റിംഗ്. ഇപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഫിനിഷിങ് കൊടുക്കുന്നത്. അതിൽ പക്ക ഞാൻ ബിസിനസ് മാത്രമാക്കുവാണെങ്കിൽ എൻ്റെ ടൈലർ 4 എണ്ണം അല്ല 5 എണ്ണം 6 എണ്ണം തയ്ക്കും. പക്ഷെ ഞാൻ വാശി പിടിക്കുകയാണ്, എനിക്ക് വേണ്ടുന്ന ഫിനിഷിങ് ഇതല്ല. അതിനു വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത് അവൻ്റെ ആ ഒരു വ്യക്തിയുടെ ടൈമാണ്. ഓക്കെ, കുഴപ്പമില്ല, അവർ ചെയ്തോട്ടെ. നമ്മൾ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഞാൻ വാശി പിടിക്കുമ്പോൾ എൻ്റെ കസ്റ്റമറും വാശിയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് കിട്ടണം, അത് മാം ചെയ്തോളൂ, അല്ലെങ്കിൽ പ്രിമ ചെയ്തോളും എന്നുള്ള ആ ഒരു ഹോപ്പാണ് സ്റ്റൈലിഷിൻ്റെ ട്രസ്റ്റ്. മാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് സ്ക്രാച്ചിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് തുടങ്ങി ഇപ്പോൾ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഭയങ്കര അടിപൊളിയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്.
നമുക്കറിയാം എല്ലാവരും സ്റ്റൈലിഷ് ബ്രാൻഡ് മാത്രമേ കാണുള്ളൂ, ഇതിന്റെ ഇടയിൽ വന്ന സ്ട്രഗിൾസ് യെസ്. അപ്പം ഓർത്തെടുക്കുന്ന ഒരു സ്ട്രഗിൾ പറയാം. ഓർത്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ ഓണ്ടർപ്രണേഴ്സിനുള്ള മെയിൻ സ്ട്രഗിൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കും. അത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇപ്പം കുറേ പേരുടെ സംശയം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ബിസിനസ് എന്ന് പറഞ്ഞൊരു സ്വപ്നം മാത്രമാണോ എന്ന്. സത്യമായിട്ടും അല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വില്ലിങ്നെസ്സാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഈസി ഫ്ലോ ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അപ്പം നമുക്ക് വരുന്ന പ്രശ്നത്തിൽ മെയിൻ മെജോറിറ്റി ഇഷ്യൂ എല്ലാവരും ഫേസ് ചെയ്യുക ഫിനാൻഷ്യൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ഫിനാൻഷ്യൽ സൈഡ് നമ്മുടെ ക്ലിയർ അല്ലാത്ത സമയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സമയം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞാൽ റിയാലിറ്റിയാണ് കേട്ടോ പറയുന്നത്. കുറേ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിലൊരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഓണ്ടർപ്രണേഴ്സിനും, എനിക്കറിയില്ല, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു പുറത്ത് പറയണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയും, നമുക്കൊക്കെ ഒരു 0 വരുന്ന ദിവസങ്ങളും ഉണ്ട്. അതായത് ബാങ്ക് ബാലൻസ് മാത്രമല്ല, നമ്മൾ മൊത്തം ഡ്രെയിൻ ആയിട്ട് 0 ആവുന്ന സമയങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് പെട്ടെന്ന് സംഭവിക്കുക. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മളുടെ മനസ്സിൻ്റെ ധൈര്യമാണ് പിന്നീട് അങ്ങോട്ടുള്ള ഇത്. പക്ഷെ അത് ഒറ്റയ്ക്ക് കിട്ടണം എന്നില്ല. ഇപ്പം ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് പോലും പറയാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. കാരണം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. ചിലപ്പോൾ എൻ്റെ സൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കും. അങ്ങനെയല്ലാതെ നമ്മളത് ലൈവ് കാണുന്നൊരവസ്ഥ എനിക്ക് തോന്നുന്നു എൻ്റെ സ്റ്റാഫിനെ അറിയുള്ളൂ. കാരണം അവർക്കത് മനസ്സിലാവും. കാരണം നമ്മൾ വിചാരിക്കാത്തൊരു പ്രശ്നം പെട്ടെന്ന് കയറി എന്ത് ചെയ്യും. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഫണ്ട് എടുത്തു വെച്ചിട്ടും ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഫണ്ട് നമുക്ക് കിട്ടേണ്ടടുത്ത് കിട്ടും വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇതിൽ ഓർക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, നമ്മൾ ചില സമയത്ത് വരുന്ന ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെ ഓവർകം ചെയ്ത ചില കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ കൊറോണയുടെ സമയത്ത് ഞങ്ങൾ ഷോപ്പ് പൂട്ടിയായിരുന്നു. ഞാൻ വേണ്ടാന്ന് തന്നെ വെച്ചു. അത് വേറൊരു കാരണം കൂടി ഉണ്ട്. പക്ഷേ ലോസ് മാത്രമല്ല, നമുക്ക് അവിടെ വന്നൊരു പ്ലേസിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇട്ടിരുന്ന ഷോപ്പിനകത്ത് നമുക്ക് കുറച്ച് ഇഷ്യൂസ്, അതായത് നിൽക്കുന്ന ബിൽഡിങ്ങിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് അടയ്ക്കേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, അന്ന് ഞാൻ എൻ്റെ വീടടക്കം വിറ്റിട്ടുള്ള പൈസയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. നമ്മൾ ആ സമയത്ത് അങ്ങനെ ചിന്തിക്കില്ല, നമ്മൾ ഭയങ്കര മോട്ടിവേഷനുള്ള നമുക്ക് ഇപ്പോൾ തുടങ്ങും ബിസിനസ്, ഇപ്പം അങ്ങോട്ട് ശരിയാവും. കാരണം അന്ന് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്താ പറയുക, കോയമ്പത്തൂരുണ്ടായിരുന്ന ഞങ്ങളുടെ വീട് വരെ വിറ്റിട്ടാണ് ആ ഒരു കാര്യം ചെയ്തത്. പക്ഷേ ആ കട അങ്ങനെ തന്നെ പൂട്ടേണ്ടി വന്നു. ആ പൂട്ടി ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ട്, ഒരു 3-4 മാസം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴോ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയും പോയാലോ എന്ന് പേടിച്ച സമയമായി. കാരണം അവിടെയും കുറേ പേര് ടെർമിനേഷൻ നടക്കുന്നു. എനിക്കാണെങ്കിൽ ഉണ്ടായിരുന്ന ബിസിനസ് പൂട്ടുകയും ചെയ്തു. എന്ത് ചെയ്യും എന്നൊരു തോന്നലുണ്ടായ സമയത്ത് ആൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നീ ഇത് തുടങ്ങുക, അറ്റ്ലീസ്റ്റ് എനിക്ക് നാട്ടിൽ വരുമ്പോൾ നമുക്ക് രണ്ടുപേരും കൂടി എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടാവും എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിരുന്നു. സത്യമായിട്ട് ഞങ്ങൾ അതുവരെ ചെയ്ത ബിസിനസ്സിൻ്റെ എന്താ പറയുക കാര്യങ്ങൾ കണ്ട് ബാങ്ക് തന്നെ നമ്മളെ സഹായിച്ചതാണ്. അപ്പോൾ കുറേ പേര് ഞാനിങ്ങനെ കുറേ പേര് അതും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവർക്ക് എവിടെ നിന്നാണോ ഫണ്ട് കിട്ടിയത്, അപ്പോൾ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലിപ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നന്നായതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ബാങ്ക് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാരണം നമ്മൾ എന്താ പറയുക, സ്വപ്നം പോലെ കണ്ട കട 1 കൊല്ലം കൂടി ഓടേണ്ടി വന്നില്ല, അപ്പോഴേക്കും അത് പൂട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര അതായത് ഒരു വീട് വിറ്റ് ചെയ്യാന്ന് പറയുന്നതോളം മണ്ടത്തരം വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഞാനിപ്പോഴും ആലോചിക്കും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളും അതുപോലെ നമ്മളുടെ സാഹചര്യങ്ങളും കൊണ്ട് ചെയ്തതാണ്. ശരിക്കും കൺസിസ്റ്റൻസിയാണ് നമ്മൾ പിടിക്കുന്നത്. ഞാനൊന്നും ഇത് പുറത്തേക്ക് പറയാറില്ല. ഇപ്പോൾ സ്റ്റൈലിഷിൻ്റെ ഒരു ബ്രാൻഡ് നോക്കിയാൽ ഇതാരും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. അവരിപ്പോൾ പൈസ കുറേ വാങ്ങണ്ടല്ലോ എന്ന് മാത്രമല്ല, പക്ഷെ അതിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസസ്, നമ്മളെ സ്റ്റാഫിന് GST അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് പറയില്ല. പക്ഷേ അവിടെ ഉണ്ട് ഈ ഒരു പ്രശ്നം. അതെനിക്ക് തോന്നുന്നു എല്ലാ ഓണ്ടർപ്രണേഴ്സും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മോട്ടിവേഷണൽ വീഡിയോസിൻ്റെ എണ്ണം കൂടിയിട്ട് ഈ റിയാലിറ്റി പലരും മറക്കുന്നുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇതിലേക്ക് ഇപ്പം നമ്മുടെ തന്നെ സ്റ്റാഫ്, ഞാനൊരു ഷോപ്പ് തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ പറയും നന്നായി ആലോചിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവും. അപ്പം എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ കുറച്ചും കൂടി എന്നെ തന്നെ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ടീച്ചറും മാഷായതുകൊണ്ട് തന്നെ നീ തന്നെ ചെയ്യേ, നിനക്കപ്പോൾ എന്താ വരണേ, ഡിസിഷൻ മേക്കിംഗ് നീ എടുക്ക്, അങ്ങനെ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ആ പ്രോബ്ലങ്ങളെയൊക്കെ കുറേയൊക്കെ സോൾവ് ചെയ്തു. പക്ഷേ ശരിക്കും ചില സമയത്ത് 0 എന്ന് പറഞ്ഞ ലെവലിരിക്കും. അതായത് കരഞ്ഞ് ചില സമയത്ത് നമുക്ക് ഒരു ധൈര്യം ഇല്ലാത്തൊരു, ശരിക്കും എൻ്റെ അമ്മയൊക്കെ പറയും വാഴപ്പിണ്ടി അതുപോലെ ഞാനിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും ദൈവമേ എന്നെക്കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ലേന്ന്. അപ്പോൾ അമ്മ പറയുന്ന ചില വാചകങ്ങൾ അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതറിഞ്ഞ്
പറഞ്ഞിട്ട് തന്നെയല്ല ജീവിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നീ തീരുമാനങ്ങൾ എടുത്തു പഠിക്കുക, എവിടെ തെറ്റ് തിരുത്ത്, എങ്ങനെയാണ് വന്നതെങ്കിൽ നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ ധൈര്യം എൻ്റെ ഹസ്ബൻഡും തരുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു വന്ന ഒരാളാണ്. അല്ലാതെ നമുക്കൊന്നും ഫേവറബിൾ ആയിട്ട് എന്നോട് കുറേ പേര് പറയുന്നുണ്ട് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടിങ് റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരെ അത് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇങ്ങനെയാണ് മാമിനെ കൊണ്ട്. അതെ, അത് കറക്റ്റാണ്. അദ്ദേഹം എന്നെ നോക്കുന്ന പോലെ ആരും എന്നെ നോക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാം. പക്ഷെ ബിസിനസ് എന്ന് പറയുന്നത് അതല്ല. ബിസിനസ്സിൽ ആളിരിക്കുന്നത് കോയമ്പത്തൂരാണ്. എനിക്ക് തന്നെ ടെൻഷനാവും ചിലപ്പോൾ. എൻ്റെ അവസ്ഥ ആളോട് പറഞ്ഞ ആളതും ചിലപ്പോൾ വേണ്ടെന്ന് വെച്ച് വരും. കാരണം ആ ഒരു ഫാമിലി കളഞ്ഞിട്ട് ബിസിനസ് ഞാൻ ആരോടും പറയില്ല. കാരണം നമുക്ക് എത്ര ബിസിനസ് പൊട്ടിയാലും അല്ലെങ്കിൽ ഇല്ലാണ്ടായാലും ഫാമിലി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. നമ്മളുടെ ഹസ്ബൻഡ്, 2 കുട്ടികൾ, അപ്പച്ചൻ, അമ്മ എന്നൊക്കെ പറയുന്നത് വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ബിസിനസ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയും ആളവിടെ ഇരുന്നിട്ട് വിഷമിക്കുക, ഞാൻ ഇവിടെ ഇരുന്ന് വിഷമിക്കുക. അത് കഴിഞ്ഞ് ശനിയാഴ്ച വരുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് പൊട്ടിക്കും. ആള് വീക്കെൻഡ്സ് വരുമ്പോൾ എന്താ പറയുക, ചെവി കൊടുക്കൂലെന്ന് പറയുന്ന അവസ്ഥ. ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ്, ഒരുപാട് സപ്പോർട്ടീവ്. കാരണം ആളുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ഇത്രയും വർഷമായിട്ട് കൊണ്ടുപോയത്. കാരണം ആള് തരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നീ ഇത് ചെയ്യേ, ഫേസ് ചെയ്യാം, നമുക്ക് എന്താ വരണമെങ്കിൽ നോക്കട്ടെ എന്ന് പറയും. അല്ലാതെ ഒരിക്കലും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയുള്ള വാശികളൊന്നും ആൾക്കില്ല. എനിക്കോട് മാമിൻ്റെ ഇപ്പം സ്ട്രഗിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാം ചില സമയത്ത് നേരിട്ട് ഇപ്പം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നന്നായിട്ട് അവതരിപ്പിക്കുന്ന ഒരാൾ പെട്ടെന്ന് മാമിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം മാം എങ്ങനെയാണ്? ഇപ്പോൾ രാജകുമാരിയെ പോലെ സൈലിഷിരുന്ന പല ആളുകളും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, വിസിബിൾ എന്നുള്ളതാണ്. അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്നുള്ളൊരു ഇതിൽ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാം എങ്ങനെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്ത്? കുറച്ചൊക്കെ ഞാൻ എൻ്റെ വിധി ഞങ്ങൾ ആശ്വസിക്കും. കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ നടക്കില്ല. അത് നമ്മൾ എന്താ പറയുക, പക്ഷെ ആ സമയം ഭയങ്കര നമുക്ക് പെയിൻഫുള്ളായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ദൈവം എനിക്ക് എന്തോ നല്ലത് കരുതി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ചില പോകലുകൾ നമുക്ക് ബ്ലെസ്സിങ് ആവും എന്ന് പറയാറില്ലേ, റീൽസിലൊക്കെ കണ്ടിട്ടില്ല. പക്ഷെ സത്യമായിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനേക്കാളും നല്ലത് തരും. എൻ്റെ അമ്മയൊക്കെ പറയും, എന്താ പറയുക, കാതിലിട്ടത് പോയാൽ എന്തോ കടുക്കനിട്ട് വരും. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, ഇത്രയും സ്നേഹം കൊടുക്കരുത് മനുഷ്യന്മാർക്ക് എന്ന് പറയും. അപ്പം ഞാൻ പറയും, എനിക്ക് തന്നിട്ടുള്ളതും, അല്ലെങ്കിൽ എന്താ പറയുക, ബൈബിളിലൊരു വാചകം പറയും, നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതും. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ മനസ്സിൽ ദൈവവചനം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ്. അതിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ബാക്കി അവരുടെ ക്യാരക്ടറാണ്, അത് വേണോ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് ഒരു പരിധി വരെ, ചിലപ്പോൾ ഒരു കാലഘട്ടം വരെ അവർ സ്വീകരിക്കും. കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും അട്രാക്ഷൻ വരുമ്പോൾ അവർ പോവും. അത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം എടുക്കുക. പക്ഷേ ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോഴാണത് കുറേ കൂടി റിയാലിറ്റി മനസ്സിലാക്കിയത്. ഞാനും നിങ്ങളെപ്പോലെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളുണ്ട്, എന്നാലും എന്നോടത് ചെയ്തുല്ലോ. പക്ഷേ ഞാൻ ആ കാര്യത്തെ ഇപ്പോൾ വളരെ മെച്യൂർഡായിട്ട് എടുക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഞാൻ പല വ്യക്തികളായിട്ട് പരിചയപ്പെട്ടതും, എന്താ പറയുക, കൂടുതൽ അടുപ്പമായത്. ഞാൻ പിന്നെ പണ്ട് സംസാരിക്കാത്തൊരു ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരെ സംസാരിച്ച് അവരൊക്കെ ലൈഫിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. കുറേ പേര് വരും, കുറേ പേര് പോകും. പക്ഷെ ചിലപ്പോൾ അതിനേക്കാളും നല്ല ദൈവം എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ ഒരു സന്തോഷത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ ഭാരം പോയി മനസ്സിൽ നിന്ന്. ഇവരാണ് നമ്മളുടെ എല്ലാം നട്ടെല്ലാണെന്നൊക്കെ വിചാരിക്കുക നമ്മൾ. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു, നമ്മുടെ ഉയരെ സിനിമയിൽ ആ പാർവതി അനുഭവിച്ചൊരു മാനസിക സംഘർഷം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ആൾ പോയി കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഒരു എന്താ പറയുക, ആ സംഭവമാണ് ശരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മദറായപ്പോൾ എനിക്കുണ്ടായ ചേഞ്ചസ്, കാരണം നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം വരും. കാരണം ഞാൻ പറഞ്ഞ നമ്മളൊരു സിറ്റുവേഷനിലേക്ക് വീണ വരെ ആ പേടി ഉണ്ടാവുള്ളൂ. വീണ് കഴിഞ്ഞ് നമ്മളതിൽ നിന്ന് കയറി വരാൻ വേണ്ടി നമ്മൾ ന്യായമായ രീതിയിൽ, നമ്മൾ ആരെയും പറ്റിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ഉപദ്രവിച്ചുകൊണ്ടോ ഞാൻ ചെയ്യാൻ പറയാറില്ല. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, നമുക്കൊരു ഹോപ്പ് ഉണ്ടാവണം. ആ ഹോപ്പിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, ഓക്കെ ഇത് എൻ്റെ ദൈവം നന്മയ്ക്കായി ചെയ്തതാണ്. അതിൽ വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അത് നന്മയ്ക്ക് തന്നെ വരുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഓരോന്ന് റീകണക്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും, എത്രയോ നല്ല വ്യക്തികളായിരുന്നു തുടക്കത്തിൽ, പിന്നീടാണ് ചിലപ്പം പല മുഖങ്ങളും മാറാറ്. പക്ഷേ അതൊരിക്കലും അവരെ തെറ്റായിട്ട് ഞാൻ കാണാറില്ല. ഇപ്പം ഞാൻ ചിന്തിക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെനിക്ക് പഠിക്കാനുള്ളൊരു പാഠമായിരുന്നു. ഓക്കെ, ചിലപ്പോൾ ആ ഒരു വ്യക്തി പോയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഡിസിഷൻസ് എന്ന് പറയുന്നത് സൈലിഷിൻ്റെ വളർച്ചയ്ക്ക് മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ.
അതായത് അത്രയും ഗ്രോത്താണ് നമ്മൾ ചിന്തിച്ചത്. അത്രയും വരെ ചിലപ്പോൾ നമ്മൾ ഐഡിയൽ സിറ്റുവേഷനിലാവും ഇരിക്കുക, നമ്മൾ കൂടുതൽ ചിന്തിക്കില്ല. പക്ഷെ ഒരു പ്രശ്നം വന്ന് ഈ വ്യക്തി പോയി കഴിയുമ്പോൾ നമ്മുടെ തല കിടന്ന് വർക്ക് ചെയ്യും. എന്താ ചെയ്യേണ്ടത്? അത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, നമുക്ക് ഇത്രയും ബുദ്ധിയുണ്ട്, ഇത്രയൊക്കെ എനിക്ക് ചിന്തിക്കറിയാം, ഇതൊക്കെ ഞാൻ ഒളിപ്പിച്ചു. പക്ഷെ ആ വ്യക്തിയിലൂടെ അത് ഉണ്ടായിന്ന് മാത്രമേ വിശ്വസിക്കാവൂ. അവർ അനുഗ്രഹിച്ചു വിടും. ഇത് ഞാൻ മാമിന്റെ ഇൻസ്റ്റാഗ്രാം തപ്പിയെടുത്തൊരു ഫോട്ടോ ആണ്. ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. ഇതാരാണ് ഭയങ്കര മേക്ക് ഓവർ, ഭയങ്കര ചേഞ്ച് വന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജനിച്ചതും വളർന്നതും ഒരു ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെന്ന് പറഞ്ഞാൽ പക്ക നാട്ടും പ്രദേശമാണ്. പശ്ചിമ ഒരു മേക്ക് ഓവറിലേക്ക് വരുത്തണ്ടായ ഒരു ആരാണ് ഇതിന്റെ പിന്നിൽ? വെറും ഹസ്ബൻഡ്, വേറെ ആരുമില്ല. പലരുടെയും മേക്ക് ഓവർ ചേഞ്ചസിന്റെ ഹസ്ബൻഡ് നല്ല ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്, നല്ല സെൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ആളാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരാൾ, സാധാരണ ഒരു കുട്ടി ചിന്തിക്കുന്ന പോലെ എൻ്റെ അടുത്ത് 2000 രൂപ തന്നാൽ ഞാൻ 4 ഡ്രസ്സ് വാങ്ങും. അതിൻ്റെ ഭംഗിയോ ക്വാളിറ്റിയോ ഒന്നുമല്ല ഞാൻ നോക്കാം, 4 ഡ്രസ്സ് കിട്ടിയോ നോക്കും. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു രീതി, 2000 രൂപയിൽ 2000 രൂപയും കൂടി കൊടുത്താൽ ചിലപ്പോൾ നല്ലത് കിട്ടുമോ, ഇതിലും നല്ലത് എന്നുള്ള തോട്ടം. ശരിക്കും മാം പറഞ്ഞത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു കൂട്ടിപ്പോൾ ഇപ്പം ഞാൻ 2000 രൂപയാണ് എൻ്റെ ടാർഗറ്റ് സ്ഥാനം, 4000 ആണെങ്കിൽ ഞാൻ ആ 2000 കൂടി വർക്ക് ചെയ്തിട്ടേ ഞാൻ വാങ്ങുള്ളൂ. അതാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നത്. അപ്പം ഞാൻ ഓരോന്നിലേക്ക് ഞാൻ അങ്ങനെ കിടന്നപ്പോൾ കുറച്ചും കൂടി നമ്മുടെ തന്നെ നമ്മൾ പ്രീമിയം ആയിട്ട് ചിന്തിച്ചാലാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കണം ലൈഫിൽ, നമ്മൾ എന്തെങ്കിലും നേടണം എന്നൊക്കെ ആഗ്രഹിക്കണം. അങ്ങനെ ഞാൻ പറയുന്നത് ഒറ്റയടിക്ക് നടക്കൂല. പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ പിൻവലിച്ചേക്കാം. പക്ഷെ പതുക്കെ നമ്മൾ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് പോകാൻ പറയുമ്പോൾ ഹസ്ബൻഡ് എങ്ങനെയാ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറയുന്ന ആളാണോ, അതോ നല്ലോണം ദേഷ്യപ്പെടും? നല്ലോണം ദേഷ്യപ്പെട്ടിട്ട് വെറും 10 സെക്കൻഡ് പോലും വേണ്ടാതെ അതുപോലെ താഴും. അപ്പം ഞങ്ങളൊക്കെ നോക്കിക്കും കഴിഞ്ഞ ആ ഒരു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എല്ലാ പ്രശ്നവും തീർന്നു. കാരണം ഞാനത് അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലപ്പോൾ എന്നെ വഴക്ക് പറയും, കുറച്ച് ചീത്തയൊക്കെ പറയും. പക്ഷെ ഞാൻ അതിലൊന്നും തളരാറില്ല. സങ്കടമൊക്കെ വന്നാലും 1-5 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച തീരാവുന്നതിലേക്ക് ഞാൻ തന്നെ സംസാരിക്കും. നമ്മളെന്താ കുഴപ്പം, അതിനെന്താ നമ്മൾ ഇത്തിരി താഴ്ന്നു കൊടുത്തോണ്ട് എനിക്കൊന്നും തോന്നാല്ല. അതൊരിക്കലും ഒരു കോൺട്രവേഴ്സി ടോപ്പിക്കിനല്ല ഞാൻ പറയണേ. അത് ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ ചേട്ടനും വരാറുണ്ട്, ചിലപ്പോൾ എൻ്റെ വാശി പീക്കിലായിരിക്കും, ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോൾ ആൾ പറയും, ആൾ തന്നെ വന്ന് അത് സോൾവ് ചെയ്ത് ഇഷ്ടംപോലെ സമയങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പിടിച്ച മുതലിൽ 3 കൊമ്പാണല്ലോ എല്ലാവരും. അപ്പോൾ നമ്മൾ പറയും, അപ്പോൾ അത് ഒരാൾ താന്ന് കൊടുത്താൽ തീരാവുന്നൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ മാം ഇത്രയൊക്കെ ഇപ്പോൾ ശൈലജ് നല്ല അടിപൊളിയായി വരുന്നത്, അപ്പോൾ മാമിന് ഹസ്ബൻഡിൻ്റെ കോയമ്പത്തൂർന്ന് ഹസ്ബൻഡ് ഇങ്ങോട്ട് പൊക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ? ഞാനത് എപ്പോഴും ആലോചിക്കും. ഞാൻ ആലോചിക്കും, ബിസിനസ്സാണ്, ഒരാളുടെ ഇൻകം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. രണ്ടുപേരോട് ഒന്നിച്ച് വരുമ്പോൾ അതിനെ പറയാനൊക്കെ രസമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ പാരൻസ് ഉണ്ട്, 2 കുട്ടികളുണ്ട്. അവരുടെ കാര്യം കൂടി നമ്മൾ ഒരു സേഫ് സോണിലല്ലേ എന്ന് ചിന്തിച്ചിട്ടേ നമ്മൾ എന്ത് ബിസിനസ് എടുത്ത് ചാടാവും. കാരണം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം അപ്പച്ചനും പ്രായമായവരാണ്. ചിലപ്പോൾ നാളെ ഇതുപോലെ പെട്ടെന്ന് ഒരു കോവിഡ് വന്ന പോലെ ഈ ബിസിനസ് നിൽക്കേണ്ട ഒരു സാഹചര്യം, 3 മാസത്തേക്ക് ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻകം എന്തായിരിക്കും? ഞാനതാ ചിന്തിക്കുക. അപ്പം ഞാൻ പറയും, വേണ്ട അവിടെ നിന്നാൽ മതി. കാരണം മാം പഠിച്ച് കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ട് ഈ ശൈലജ് സ്റ്റാർട്ട് ചെയ്തത്? 2017 എന്ന് പറയുമ്പോൾ ഞാൻ 2012 5 വർഷം. അന്ന് എനിക്ക് 27 വയസ്സേ ഉള്ളൂ. 27 വയസ്സിലാണ് മാം സ്റ്റാർട്ട് ഈ തല വെച്ച് കൊടുത്തത്. അത്രയും ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പല ആളുകൾ ഇങ്ങനെയുണ്ട്. മാം എന്താ ചോദിക്കുക, പഠിച്ചു, ജോലി, കല്യാണം കഴിഞ്ഞ് കൊച്ചായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോക്ക്ഡ് എന്നല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പോയപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തായിരിക്കും, അവരത് ചെയ്ത് ഞാനില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ വളർന്ന, ഞാൻ പറഞ്ഞില്ലേ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവരുടെ ജോലി കിട്ടി, അവിടെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾക്കൊരു ഗ്രാൻഡ് പാരൻസോ ആരും ഉണ്ടായില്ല. ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഞെട്ടാലൊന്നുമില്ല. കാരണം ഞാൻ പറയാം, തന്നെ ചെയ്യേ, യൂണിഫോം തന്നെ ഇട്ട് പോ എന്ന് പറയാവുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും അമ്മ വേണം അങ്ങനെ. കാരണം എൻ്റെ അമ്മയൊക്കെ രാവിലെ 7 മണിക്ക് ഇട്ടിട്ടാണ്
ആൾ ജോലിക്ക് പോയിരുന്നത്. എനിക്ക് ക്ലാസ്സിൽ പോകാൻ ആകെ 9 മണിക്ക് പോയാൽ മതി. പക്ഷെ അതുവരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തിരുന്നത്. തന്നെ കുളിച്ച് തന്നെ ഡ്രസ്സ് മാറി ചോറാക്കി ബാഗ് പാക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു കുട്ടിക്കാലം എനിക്കുള്ളപ്പോൾ എൻ്റെ മക്കളിപ്പോൾ അതിൽ ചെയ്യുന്നതിൽ ഞാൻ ഞെട്ടേണ്ട ആവശ്യമില്ല, വലിയ സംഭവമാക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ പല കഴിവുകളുള്ള ആളുകൾ അല്ല, ഞാൻ അതിൻ്റെ റീസൺ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ വില്ലിങ്നെസ് ആണ്, അതായത് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ കരിയർ കളയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ 2ാമത്തെ മകളെ പ്രസവിച്ചത് ഈ കടയുടെ അവിടെ നിന്നാണ് ഓടിച്ചത്, മനസ്സിലായി. കാരണം ഞാൻ ഈ ഒരു കട തുടങ്ങുകയും ചെയ്തു. തുടങ്ങി കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാരിങ് ആയി. എന്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഇല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. തുടങ്ങിയ സന്തോഷം എന്തായാലും നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ, ഞാൻ 9 മാസം വരെ ആ കടയിൽ തന്നെ, അത് 3ാം നിലയിലാണ് നമ്മളുടെ യൂണിറ്റ് ഉണ്ടായിരുന്നത്. അവിടേക്ക് ദിവസവും കയറും, ഈ വയറും വെച്ച് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അപ്പോഴെനിക്ക് നിർത്തേണ്ട വേണമെങ്കിൽ സാഹചര്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം അപ്പച്ചനൊക്കെ ഉണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കുമായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചു, ഞാൻ തൊട്ടിപ്പോൾ ഇരുന്നിട്ട് കാര്യം എന്ന് വെച്ചു. കാരണം 1ാമത്തെ ഡെലിവറി ഞാൻ കിടപ്പായിരുന്നു. 10 മാസം മുകളിലേക്ക് നോക്കി ആ ഒരു ഇരിപ്പെന്ന് പറയില്ലേ, അതായിരുന്നു. പക്ഷെ 2ാമത്തെ ആയപ്പോൾ ആദ്യത്തെ മാസങ്ങളിലെ പ്രശ്നം ഉണ്ടായില്ല, പിന്നെ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാൻ 3 മാസം നമ്മുടെ ആവുന്ന വരെ 3ാം നില കയറി ഇറങ്ങി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരു കടയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെയിൻ വന്നിട്ട് നേരെ രാജഗിരി പോയത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളുണ്ട്. അവിടെ നമുക്ക് വേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ടാണ്. അവർ നമ്മളെ തളർത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളൊന്ന് വീണ് പോയേക്കാം. പക്ഷേ അവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, വേണോ വേണ്ടയോ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ എൻ്റെ ചേട്ടൻ്റെ പപ്പയും മമ്മിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക. ഒന്നാമത് ജിജോ ഇവിടെ ഇല്ല. അപ്പോൾ എന്നോട് ചോദിക്കും, തന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അത് കുറച്ചും കൂടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടണം. ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എൻ്റെ മമ്മീനൊക്കെ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാത്രി 11 മണിക്കൊക്കെ ഞാൻ കയറി ചെല്ലും, പർച്ചേസോ കാര്യങ്ങളോ കഴിയുമ്പോൾ മിണ്ടാണ്ട് റൂമിൽ കയറി കാരണം അധികം പറയിപ്പിക്കരുത്. കാരണം ഒരു മനുഷ്യനല്ലേ, അവർക്ക് ദേഷ്യം വരാണ്ടിരിക്കുമോ, ഡെഫിനറ്റായിട്ടും അവിടെ അടിപൊട്ടും. പക്ഷെ ഞാൻ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു അമ്മേനെ കണ്ടതും അവിടെയാണ്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ യെസ് ചേട്ടൻ്റെ മമ്മി, ഞാൻ അമ്മായിമ്മ എന്ന് പറയാൻ ഉദ്ദേശിക്കില്ല, അമ്മ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആളിപ്പോൾ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യും. നിനക്കത് ഓക്കെ ആണെങ്കിൽ നീ ചെയ്തു, കുഴപ്പമില്ല, ഞാൻ ഡീൽ ചെയ്തു. എൻ്റെ മക്കളെ പോലും എനിക്ക് ചില സമയങ്ങളിൽ ആശുപത്രി കൊണ്ടുപോകുക ഒക്കെ അവരെ ചെയ്യുക. ഞാൻ പറഞ്ഞാലും വേണ്ട അവിടുത്തെ കാര്യങ്ങൾ മുടങ്ങൂലേ, വേണ്ട അത് ചെയ്തു എന്ന് പറയും. പക്ഷേ അവരും ആ ഒരു സിറ്റുവേഷൻ ആദ്യം അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഓരോരുത്തരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പണ്ട് ഇപ്പം എൻ്റെ അപ്പച്ചനോടൊക്കെ ഞാൻ പറയും, പപ്പയുടെ പോലത്തെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, ആകെ സ്പോർട്സിൻ്റെ സമയത്ത് മാത്രമേ പണിയുള്ളൂ. അപ്പം ഞാൻ പറയും, എൻ്റെ പൊന്നെ ഇതുപോലൊരു ജോലി കിട്ടാൻ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ കാര്യമല്ല, ഞാൻ മുമ്പത്തെ കാര്യം. എനിക്ക് ആ പീരീഡ് വരെ കണക്ക് എൻ്റെ അപ്പച്ചന് ആ കണക്കിന്റെ ലാസ്റ്റ് പീരീഡ് പോലും ഇവരെന്ന് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അവർക്കൊരു പണിയില്ല, വേണോ ചോദിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. അപ്പൊ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ പോലത്തെ ഒരു ജോലി കിട്ടിയെങ്കിൽ എന്ത് സുഖമായിരുന്നു പറയാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ, പക്ഷെ ഇന്ന് അവർക്കറിയാം ഇതൊന്നും നടക്കില്ല. ഇപ്പൊ എൻ്റെ അപ്പച്ചനൊക്കെ പറയും, അതായത് ഒരു മിനിറ്റ് ഇരുന്ന് തന്നെ ഒന്ന് കാണുമോ എന്ന് പറയും. ഈ ഫോൺ 24 മണിക്കൂർ കയ്യിലാണ്. പക്ഷെ ഇന്ന് അവർക്കറിയാം അതാണ് ജോബ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ അതാണ്. അതിനെ സഹകരിച്ച് അവർ ഭംഗിയായിട്ട് അവരവരുടെ മൈൻഡ് സെറ്റ് മാറ്റി. ഇപ്പം മമ്മിയൊക്കെ ഞാൻ ചെന്നാലും രാത്രി 10 മണിക്ക് ചെന്നാലും ചോറുണ്ടോ കഴിച്ചു, ആ ഒരു തോട്ടിലേക്ക് അവരെത്തി. ആദ്യമൊക്കെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടായി, അവർക്ക് ഇഷ്ടം മനസ്സിലാവണില്ല, നമ്മളെന്താ ചെയ്യണേന്ന് മനസ്സിലാവണില്ല, ഒരു ധാരണയില്ല. കാരണം ഈ കുട്ടി ഏതോ അപകടത്തിലേക്ക് വീഴണേ, അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ചിന്തയായിരുന്നത്. കാരണം അവരൊരു കുഞ്ഞുമോളെ പോലെ അവർ നോക്കുമ്പോൾ നമ്മളെ തിരുത്തി തരുന്ന സമയം തന്നെയാണ്. പക്ഷേ ഞാനത് മമ്മിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, മമ്മി ഇതിങ്ങനെയാണ്, പപ്പ ഇതിങ്ങനെയാണ്. പക്ഷേ അവരെൻ്റെ മക്കളെ നോക്കണ പോലെ എനിക്ക് പോലും നോക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ റിയാലിറ്റി. ഏറ്റവും ഭംഗിയായിട്ടാണ് അവർ നോക്കുക. കാരണം ഞാൻ വരുമ്പോഴേക്കും കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടിരുന്ന് അവരൊന്ന് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അല്ല, ഞാൻ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷനില്ല. കാരണം ഞാൻ അമ്മയില്ലാണ്ടാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് 10 വർഷം ജീവിച്ചത്. അപ്പം ഞാൻ ചിന്തിക്കാൻ എന്താ, എൻ്റെ അമ്മയില്ല, ഓക്കെ, ഞാൻ തന്നെ ചെയ്യണം കാര്യങ്ങൾ. ഞാനിപ്പോഴും പലരോടും പറയും, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിങ്ങൾക്ക് സങ്കടം പറയാൻ അമ്മയുണ്ടെങ്കിൽ അത് ഭയങ്കര രസമാണ്. ഞങ്ങളൊക്കെ ആരോട് പോയി പറയും. കാരണം ഇങ്ങനെയുള്ളത് ഒരു അപ്പച്ചനാണ്. പൊതുവേ ഒരാണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് വിഷമാവും. എൻ്റെ മുഖം പാടുമ്പോഴേക്കും എൻ്റെ അപ്പച്ചന് സങ്കടം വരും. ആ ആളോട് പോയിട്ട് നമ്മൾ എങ്ങനെയാ കഥ പറയുക. പക്ഷെ അമ്മ എന്ന് പറഞ്ഞൊരു പോരാളിയാണല്ലോ, അവർ പറയും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. അപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ അമ്മയോടാണ് കുറേ സങ്കടം പറയുക ഇരുന്നിട്ട്. പക്ഷെ നമുക്കതൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നമ്മൾ എന്താ പറയുക, ആ വാചാലയാണ് നമ്മളെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ദോഷമുണ്ട്. ഞാൻ പറയാം, എൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കമ്പനിയിൽ ചില സമയത്ത് പൊട്ടിത്തെറിക്കും.
അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നീ അവിടെ പോയിട്ട് ആ സങ്കടം ദേഷ്യം തീർക്കരുത്, കാരണം അതല്ല അതിൻ്റെ രീതി എന്ന് പറയും. അതൊക്കെ ഇപ്പം വലിയ കുഴപ്പമില്ല, തമ്മി ഭേദമായെന്ന് ഞാൻ പറയും. പക്ഷേ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത്, നമുക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ആ ഒരു ഇമോഷൻസിനെ അവിടെ ഇറക്കി വെച്ചിട്ട് കൂളായേനെ. പക്ഷേ അത് കേൾക്കാൻ ആരും ഇല്ലാത്ത ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആകെ ഹസ്ബൻഡാണ്. അദ്ദേഹമാണെങ്കിൽ കോയമ്പത്തൂരാണ്. നമ്മൾ ആരോട് പറയും, ഒന്നും പറയാല്ല, സ്വന്തമായിട്ട് ഞങ്ങൾ വിഴുങ്ങാന്ന് പറയില്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സ്ട്രഗിൾസ് അല്ല ലൈഫ്. അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മുടെ കൂടെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ലൈഫ് എൻജോയ് ചെയ്യും. ഒരു സപ്പോർട്ട്, അതായത് ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ കഴിവ്. ശരിക്കും നമുക്ക് ഇപ്പൊ പല ആളുകൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കഴിവുണ്ടായിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഈ സപ്പോർട്ടും ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് മാം ഈ ബിസിനസ് വൈസ് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? ഇപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത് പറഞ്ഞു, മാം എനിക്ക് ഞാൻ നന്നായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യും, എനിക്ക് ഇങ്ങനെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഞാൻ മാമിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ മാം എന്ത് ഒരു... ഞാനിപ്പോൾ പ്രിമാവൻസിൻ്റെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ എനിക്കൊരു പേജ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇഷ്ടംപോലെ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവർ വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവർക്ക് റിയാലിറ്റി പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറയാം, ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക, ബേബി സ്റ്റെപ്സ് നിങ്ങൾ ആദ്യം എടുത്ത് നോക്ക്, നിങ്ങൾക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ. നമ്മൾ കുറെ കഥ ചെയ്യാതിരുന്നിട്ട് നമ്മൾ എനിക്കൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ വരില്ല. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു അനുഭവമായത്, ആ അനുഭവത്തിൽ നിന്ന് എടുക്കേണ്ടതാണ് നെക്സ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അവരത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കൊരു ഫോർമുലേറ്റഡായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് വരിക എന്ന് ബിസിനസ്സിൽ എന്തായാലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് തിങ്സാണ് മുഴുവൻ നടക്കുക. അപ്പോൾ ആ ഒരു സംഭവത്തിനെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റാണ് ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരും, അത് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ തന്നെ ഞാനത് സോൾവ് ചെയ്തു പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാ സ്റ്റെപ്സും കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസിഷൻ മേക്കറായിരിക്കും. അതായത് നമ്മൾ തന്നെ ഒന്ന് എഴുതി വെച്ച് നോക്കും, ലാസ്റ്റ് ദൈവമേ ഇന്നത്തെ ദിവസം എടുത്തോ എന്ന് ചിന്തിക്കും. പക്ഷെ ഭയങ്കര രസമാണ്, നമ്മുടെ തന്നെ ഒരു അച്ചീവ്മെന്റ് ഡേ ആയിട്ട് അത് മാറും. എനിക്ക് വേണം നമ്മൾ ഒരുപാട് സംസാരിച്ച് പോയെന്നാണ് അല്ലേ. ഇനി മാം പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചോദിക്കാം. വേറെ ഒന്നുമല്ല, അതായത് മാം ബിസിനസ് ചെയ്യുന്നുണ്ട്, മാമിന് ഇൻകം വരുന്നുണ്ട്, മാമിന് എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവില് ഒരു ബിസിനസ് ഓണർ എന്താണ് ചെയ്യുന്നത്? മാം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മാം ചെയ്യുന്നത്? അതായത് ഷോപ്പിന് വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്? ഫിനാൻഷ്യലി പേഴ്സണലി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചിട്ടിയുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം, ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അത് ഞാൻ നിസ്സാരമായിട്ടല്ല പറയണത്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് പറയണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. നമ്മളൊരു ബിസിനസ്സാണ് നടത്തുന്നത്, ആ ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കാൻ പാകത്തിലുള്ള ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചു, ഞാൻ പെട്ടെന്ന് മരിച്ചു എന്നൊരു ദിവസം വന്നു കഴിഞ്ഞാൽ നാളെ എൻ്റെ ഫാമിലിക്ക് ഞാനൊരു ബേർഡൻ ആവരുത്. അത് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തിക്കുന്ന തരത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഇൻഷുറൻസ്, ദെൻ നമ്മുടെ അതർ ആക്സിഡൻ്റൽ അങ്ങനത്തെ സംഭവങ്ങൾ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന മെഡിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ആദ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ സ്റ്റോക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കേട്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. നമ്മുടെ അറിവുകളും ഈ ടേമിന് പരിചയപ്പെടുന്നത് ഒരു സാധാരണക്കാര് വളരെ കുറവായിരിക്കും. കുറച്ചും കൂടി ഒരു റിച്ച് ക്ലാസ് കാറ്റഗറി ആണെങ്കിൽ അവരിതൊക്കെ ഭയങ്കര ഇടപഴകി ശീലങ്ങളുള്ള ടേംസ് ആയിരിക്കും. നമ്മളൊന്നും അങ്ങനെയല്ല. നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഒരു ടീച്ചറും മാഷൊക്കെ ആണെങ്കിൽ അവരുടെ വീടുകളിൽ കൂടുതൽ കേട്ടിട്ടുണ്ടാവും ഒരു KSF നിർബന്ധമായിട്ട് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ചിട്ടികള്, അങ്ങനത്തെ സംഭവങ്ങൾ ഫസ്റ്റ് ചെയ്യാം. അങ്ങനെ കുഞ്ഞു വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്രോത്തിൽ നമ്മൾ പുതിയ സംഭവങ്ങളെ നമ്മൾ തേടി പിടിച്ച് കണ്ടുപിടിക്കും. ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർ ഞാൻ പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട്. അല്ല, ഞാൻ പറയാം അറിവില്ലാത്തതിന്റെ ഞാൻ മാമിന്റെ അടുത്ത് എടുത്ത് ചോദിക്കാൻ ബിസിനസ് ചെയ്യുന്ന ഒരു പൊതുവെ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാശ് വരുന്നു പെട്ടെന്നൊരു ഇത് വരുമ്പോഴാണ് നമ്മൾക്ക് പറഞ്ഞത് കറക്റ്റ് ആണ്. അത് ആരും നമ്മളെ ഉണ്ട്, പക്ഷെ KSF ആണെങ്കിലും അത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോപ്പറി നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ചെയ്തേനെ. പക്ഷെ ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും മേടിക്കണം, ഞാൻ ചെയ്തില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു
രസകരമായിട്ട് നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോയി നിർത്താൻ പറ്റാത്തൊരു ഇതെന്ന് ഞാൻ പൊതുവെ സംസാരിക്കുന്ന ആൾ തന്നെയാണ്. ശരിക്കും മാമിനെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വുമൺ ഓണ്ടർപ്രോണറിനെ വിളിച്ച് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. ഞാൻ മാമിനെ വിളിക്കാൻ റീസൺ തന്നെ മാമിന്റെ പേജ് കണ്ടിട്ടാണ്. അത് ഭയങ്കര ഫ്രീ ആണ്. അപ്പൊ എന്റെ ഫസ്റ്റ് മാമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ മാമിനെ ഞാൻ അപ്രോച്ച് ചെയ്തു. മാമിന് എന്താ തോന്നിയത്? ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് മാം. വിളിച്ചപ്പോ തന്നെ ആദ്യമൊക്കെ കുറച്ചൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ നിരന്തരമായ അല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞ ഞാൻ ഈ ബിസിനസ്സിൽ എനിക്ക് ഇപ്പോഴും കിട്ടാത്തൊരു സാധനം നമ്മൾ എന്താ നാളത്തെ പ്ലാൻ എന്ന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് മാത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം മാം അതിനുവേണ്ടി മാറ്റി വെച്ച് എനിക്ക് വേണ്ടി വന്നു. വെരി ബിഗ് താങ്ക്സ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഒക്കെ. ഞാനിപ്പോഴും ഞാൻ പറയില്ല, എന്റെ പേജ് തുടക്കം തൊട്ടേ നോക്കുന്നവർക്കറിയാം ഞാൻ റിയാലിറ്റിയുടെ ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജോ ഒരു സംസാരമോ അത് അവരിൽ ഇത് മോട്ടിവേഷൻ ഉണ്ടാക്കണം, പക്ഷെ അവർ സെയിം ടൈം റിയാലിറ്റി മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഫോൾസ് കമ്മിറ്റ്മെന്റ് ഫേക്ക് പ്രോമിസസ് നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് എന്താണോ അറിയാം നമുക്ക് അതേ പറ്റുള്ളൂ. ഭയങ്കര രസമായിരിക്കും അങ്ങനെയുള്ള ജീവിതം. നമ്മൾ ആരും പേടിക്കേണ്ട കാര്യം. എപ്പോഴും പറയുന്നത് ബിസിനസ്സിൽ ഒരുപാട് ജെന്യൂനിറ്റി എനിക്ക് ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഉണ്ടാവും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വരുന്ന തെറ്റുകളുണ്ട്, അതില്ല, ഞാൻ നമ്മൾ പറയില്ല. പക്ഷെ ജെനുവിൻലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ മതി, കുറേയൊക്കെ നമ്മുടെ അടുത്തേക്ക് അത് ദൈവം എത്തിച്ചു തരും. ഞാൻ പറയില്ല, ഞാൻ ഭയങ്കര ഒരു കർത്താവിൻ്റെ ഫാനാണ് ഞാൻ. പിന്നെ മാം ഒരു കാര്യം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാമിൻ്റെ ബുട്ടിക്കിൽ മാം പറഞ്ഞു ഒരുപാട് സ്ട്രഗിൾസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പം അതനുസരിച്ച് വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്, ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ പല ഷോപ്പുകളിലും നമ്മളിപ്പോൾ ഒരു 2000 രൂപ കൊടുക്കണം, അതിനുള്ള ഒരു ക്വാളിറ്റി അതിനില്ല. അവർ നല്ല മാർജിൻ കയറ്റി വെക്കുന്നതായിട്ട് മാം ഫീൽ ചെയ്തു. അങ്ങനെ തോന്നാറില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഹിഡൻ ചാർജസ് പറ്റില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അതുണ്ട്. നമ്മള് ഒരു സ്ഥലത്ത് കിട്ടുന്ന സാരി ഡബിൾ വിലക്ക് വേറെ സ്ഥലത്ത് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പലതും പല സെലിബ്രിറ്റീസിനെ ആ ഷോപ്പിൽ പോയാൽ അവന്റെ അനുഭവം അതിന്റെ ഉള്ളിൽ തീർന്നു, പുറത്തേക്ക് അറിയുന്നില്ല ഇവിടെ എത്രയാ അവിടെ. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി മാത്രമേ നമുക്ക് വാചാലയാവാൻ പറ്റുള്ളൂ. നമ്മൾ വേറൊരു സംഭവമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പറ്റില്ല. ആക്ച്വലി നമ്മുടെ ബുട്ടിക്കില് ഗ്യാസ് സിലിണ്ടറിന്റെ ഇഷ്യൂസ് ഇപ്പൊ റീസെന്റ് വാർ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദിക്കാരുടെ അൺഅവൈലബിലിറ്റി, ഇതൊക്കെ മാമിന്റെ ബുട്ടിക്കിലുണ്ടോ? ആ ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്തിരുന്നു. ഞാൻ പറയില്ലേ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവിടെ നടക്കുന്ന വാർ എങ്ങനെയാ നമ്മളെ ബാധിക്കാന്ന്. സത്യമായിട്ടും അറിയില്ലായിരുന്നു. പക്ഷെ നല്ലൊരു പണി കിട്ടി. കാരണം അത് നമ്മൾ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതില്ല. അതായത് ഈവൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയതിന്റെ 2 ഇരട്ടിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഇലക്ഷൻ വന്ന സമയത്ത് ഇവരെല്ലാവരും പോയി. നമ്മൾക്ക് അവരെല്ലാവരും പറഞ്ഞു മെയ് 10 തിരിച്ചു വരുമെന്ന്. പക്ഷെ ഒരു മനുഷ്യൻ വന്നില്ല. ഇവർക്ക് ടിക്കറ്റ് കിട്ടാണ്ട് വരണമെന്ന് നല്ല വ്യക്തികളുണ്ട് കേട്ടോ, അവരില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവർക്ക് ടിക്കറ്റിന്റെ അൺഅവൈലബിലിറ്റി കൊണ്ട് ഈ സംഭവം ജൂൺ ലാസ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെയാണ് നമ്മളുടെ എന്താ പറയാ ട്രസ്റ്റ് ആൻഡ് ജെന്യൂനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മളെല്ലാ കസ്റ്റമേഴ്സിനെ അത് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫേസിൽ കൂടെയാണ് പോണത്. വളരെയധികം സപ്പോർട്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സ്. അത് എടുത്തു പറയണം. 1-2 കസ്റ്റമേഴ്സിന് അവരുടെ ഡ്രസ്സും ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടാവും ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു കാര്യമാണ്. കുറേ പേര് സഹകരിച്ചു കേട്ടോ. അതൊക്കെ ഭയങ്കര പറയില്ല, നമ്മളൊരു ബിൽഡിങ് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ട്രസ്റ്റിൻ്റെ ബേസിലാണ്. നമ്മളുടെ അവസ്ഥകളെ സംസാരിച്ചാൽ കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും. പക്ഷേ സത്യമായിട്ടും ആ ഒരു ഏപ്രിൽ മെയ് ജൂണിലെടുത്ത ഓർഡേഴ്സിലൊക്കെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒത്തിരി സംസാരിച്ച് കസ്റ്റമേഴ്സ് ഞങ്ങളോട് നിരുപാധികം ക്ഷമിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കുറേ പേരോട് റിക്വസ്റ്റ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അത് നമ്മൾ വിചാരിക്കാത്തൊരു സംഭവമാണ്. കാരണം നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ആണെങ്കിൽ 2 months ആണ് ബുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വന്നൊരു സിറ്റുവേഷനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് കസ്റ്റമേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവരത് വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് സോൾവ് ചെയ്ത് തന്നു. അപ്പോൾ ബിസിനസ്സിൽ ചലഞ്ചസ് ഉണ്ട്. പക്ഷെ നമ്മുടെ അവസ്ഥകളെ എന്താ പറയുക നുണ പറയാതെ നമ്മളത് അവരോട് കാര്യം പറഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലാകുമെന്ന് എനിക്ക് പിന്നെയും എന്താ പറയുക റിയലൈസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു ബുട്ടിക്കിന്റെ ഡിസൈൻസ് കോപ്പീസ് ഇപ്പോൾ പോകാറുണ്ട്. പല ഫേക്ക് പേജസ് ഉണ്ട്, അവിടെ നിന്നൊക്കെ ആൾക്കാർ പർച്ചേസ് ചെയ്ത് സ്റ്റൈലിഷിന്റെ ഡിസൈൻസ് അങ്ങനെ ലീക്കായി പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മുടെ ഫേക്ക് പേജ് തന്നെ ഉണ്ടാവും 1000-1200 കുറേ ഞങ്ങളിരുന്ന് കളയാറുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും
എന്തായാലും അത് വരും. അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഞാൻ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര വിഷമമായിരുന്നു, എൻ്റെ ഡിസൈൻ കോപ്പി ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ പിന്നെ അത് മനസ്സിലായി ഇതൊക്കെ ശീലമായിക്കോളും. പക്ഷേ അതിനെ ഓവറായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക, ഓവറായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. അവരാ പണി അവിടെ ചെയ്തോളും. നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ സംഭവത്തെപ്പറ്റി നല്ല ധാരണയുണ്ട്. അപ്പോൾ അതിൽ 2 കാര്യമുണ്ട്. ഞാൻ വാങ്ങി നോക്കാറുണ്ട്. എൻ്റെ കോപ്പി ഇറങ്ങി അല്ലെങ്കിൽ അത് ചീപ്പായിട്ട് എന്താ പറയുക അതാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ട് അത് വാങ്ങി വെക്കും. എന്താണെന്നുള്ളത് ഞാനിവിടെ കീപ്പ് ചെയ്തും വയ്ക്കും. കാരണം എന്തെങ്കിലും ഒരു കസ്റ്റമർ നാളെ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം ഉണ്ടാവണം. എൻ്റെ അതായത് സ്റ്റൈലിഷിൻ്റെ പ്രൊഡക്റ്റ് ഇതാണ്, നിങ്ങൾക്ക് കിട്ടിയ സാധനം ഇതാണ്, ഇത് രണ്ടും കണ്ടു നോക്കിക്കോളൂ എന്നുള്ളത് ആൻസർ പറയാൻ തന്നെ നമ്മളത് വാങ്ങി കൊടുക്കുക വെക്കാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ വർക്കിനോടുള്ളൊരു സന്തോഷം ഞാൻ കാണാൻ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം 2 സാധനം വരെയാണല്ലോ. പിന്നെ അത് മതി എന്നുള്ളവരോട് നമ്മളിപ്പോൾ നോ പറയേണ്ട ആവശ്യമില്ല. അവർക്കത് മതി, കുഴപ്പമില്ല. പക്ഷെ നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലതുണ്ട്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് വന്നു, ഒരു ഹോട്ടൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, തട്ടുകടയുണ്ട്. ഞാനാണെങ്കിൽ 2 പോകാറുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യം ആയതുകൊണ്ട്. പക്ഷേ ഡ്രസ്സിൻ്റെ കേസ് വരുമ്പോൾ ഞാൻ തീരുമാനിക്കും എന്താണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മളൊരു നോർമൽ പർച്ചേസ് ആണെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, ഓക്കെ, കുർത്തീസ് അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ നല്ല കോട്ടൺസ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങാറുണ്ട്. എനിക്ക് ബ്രാൻഡ് ഉണ്ടോയെന്നൊന്നും ഞാൻ നോക്കാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷേ ഞാൻ തീരുമാനിക്കുന്ന എൻ്റെയാണത്. എനിക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. കോപ്പി വേണ്ടവർ കോപ്പി വാങ്ങിക്കോട്ടെ, നമ്മൾ നല്ലത് വേണമെന്നുള്ളവർ നല്ലത് വാങ്ങിക്കോട്ടെ. പക്ഷേ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് എന്നത് മനസ്സിലാക്കി ചിന്തിച്ചാൽ അത് വിവേകമാണ്. പിന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിരിക്കും. എനിക്ക് പല ബുട്ടികളുടെയും ഫേക്ക് പേജസ്, ബുട്ടിക്ക് എന്നല്ല പൊതുവെ ഇപ്പം എല്ലാ പേജുകളുടെയും ഫേക്ക് പേജസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫേക്ക് പേജസ് സൈലേഷൻ ഉണ്ടോ, എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ? ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ പറയുക, അതിനെ പ്രിറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, നിരവധിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഒഫീഷ്യൽ പേജ് കണ്ടാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കണം. കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇത് ഒഫീഷ്യൽ പേജാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കുന്നുണ്ടോ. ഇപ്പം ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം നമ്മളെ കറുകുറ്റി ടാറ്റ മോട്ടോഴ്സിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാമെന്ന് പറയാം. പക്ഷെ അതുപോലെ നട്ടലോടുകൂടി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്. അതിലാണ് അത് കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. നമ്മളിപ്പോൾ ഞങ്ങൾ തന്നെ മെറോഡയിലെ മാനേജർ എന്നോട് പറയും, നിങ്ങളുടെ ഇടയ്ക്ക് കോൾ വരും കേട്ടോ, ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയും പറയണോ കേട്ടോ എന്ന് പറയും. അത് അവർക്ക് ധൈര്യമാണ്, കാരണം അവർ എന്നും വന്ന് നോക്കാറുള്ള ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥാപനമാണത്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ജെനുവിനിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഒരു പേയ്മെൻറ്റ് ചെയ്യാം. ഈ ഗൂഗിൾ പേ വരുമ്പോഴേക്കും ഉള്ള പ്രശ്നം ഇതാണ്, പെട്ടെന്ന് ആളുകൾ പോയി പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് പിന്നെ അന്വേഷിക്കുന്നത് ഒറിജിനൽ പേജ് ആയിരിക്കും. പൈസ സമയത്ത് പോവുകയും ചെയ്തു, പ്രൊഡക്റ്റ് ഇട്ട് കിട്ടാണ്ടാവുമ്പോൾ ഇവരെങ്ങനെയാണെന്ന് അറിയില്ല, കറക്റ്റായിട്ട് ഒറിജിനൽ പേജിലെത്തും. പിന്നെ നമ്മളോട് പറയും ഞങ്ങൾ പൈസ പോയി, എൻ്റെ പൈസ പോയി എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കണേ അത്രയും നേരം എന്തത് കാണാഞ്ഞേ, മനസ്സിലായോ? ഇനി അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അപ്പം നമ്മളെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഞങ്ങളുടെയൊക്കെ നമ്മുടെ പേരുണ്ടാവും, അതിൽ പോയി പേയ്മെൻറ്റ് ചെയ്യുക. അത് ഞങ്ങൾ വാട്സപ്പ് ഓർഡേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഇത്രയും കൊല്ലമായിട്ടും അത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നില്ല, നമ്പർ കാര്യങ്ങളൊക്കെ മാമിന്റെ പേജിൽ ഡിസ്പ്ലേഡ് ആണ്. പക്ഷെ ചില ആൾക്കാർ വന്ന് കമന്റിൽ വന്നിട്ട് വേറെ നമ്പേഴ്സ്, അതായത് ഇപ്പോൾ സ്റ്റൈലിഷ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് അതിൽ സ്റ്റൈലിഷിൻ്റെ ഇടയിൽ ഒരു കുത്തിടും. അപ്പോൾ വായിക്കുക എന്താ സ്റ്റൈലിഷ് ഡിസൈൻ, എൻ്റെ പ്രൊഫൈൽ പിക്ക് അടക്കം ഇട്ടിട്ടാണ് അതേപോലെ വരിക. അപ്പോൾ ഒരു കസ്റ്റമർ പെട്ടെന്ന് നോക്കുമ്പോൾ DM-ൽ കമൻറ്റ്, അതായത് കമൻറ്റിൽ റിപ്ലൈ വന്നേക്കുന്നത് സ്റ്റൈലിഷിൻ്റെ തന്നെ റിപ്ലൈ ആണ് വന്നേക്കുന്നത്. പക്ഷെ അവരത് പോയി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ ഒറിജിനൽ പേജ് അല്ല. അതുമൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം 10 ഫോളോവർ 5 ഫോളോവർ. ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് നോക്കില്ല, നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എന്നെ അറിയണമെന്നില്ലല്ലോ. ഇന്ന് വന്നൊരു പെട്ടെന്ന് കയറി വന്നൊരു റീല് നോക്കുമ്പോൾ 500 രൂപ 600 രൂപ അവർ കാണുന്നത് അതേ ഉള്ളൂ. അതിൻ്റെ റിയാലിറ്റി സൈഡിലേക്ക് അവരൊന്ന് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു വെറുതെ നോർമൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പറ്റുന്നത്. കുറച്ചൊക്കെ പേജിനെ പറ്റി പഠിച്ച് വാങ്ങുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ ഒറിജിനൽ പേജ് മാത്രമേ അവരെ ഫോളോ ചെയ്യൂ. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാം. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇപ്പോൾ എത്ര സെയിൽ വന്ന മാമിന് അത് പ്രോഫിറ്റബിൾ ആവും? നമ്പർ ഓഫ് സെയിൽസ് മാമിന് പറയാമോ? അങ്ങനെയല്ല, അത് ഡിപ്പെൻസ് മന്ത്ലിയാണ്. നമ്മൾ ഓരോ മന്തിനും ഉണ്ട് ഓരോ പ്രത്യേകതകൾ. നമ്മളിപ്പോൾ ഒരു ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു സമയത്തുണ്ട്, പക്ഷെ അത് ഓൺലൈൻകാർക്ക് വരുന്ന മാസം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ്. ഞങ്ങൾക്ക് അപ്പം എടുത്താലാണ് ഞങ്ങളുടെ ഓണം അവിടെ സ്റ്റാർട്ട് ആവും. പക്ഷെ ഞങ്ങൾ ഈ മാസം ഒന്നുമില്ലാണ്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നെടുത്ത ഓർഡേഴ്സിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും ഇപ്പം നടക്കുന്നത്. എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, അതിതാണ്, അതായത് നമ്മൾ 2 മാസം സമയം എടുക്കും. അപ്പം ഞങ്ങൾക്ക് ജൂൺ ജൂലൈയിൽ ഇട്ടാലാണ് ഞങ്ങളുടെ ഓണം കളക്ഷൻ ഇറങ്ങുന്ന സമയം, മനസ്സിലായി? അപ്പൊ ആ സമയത്ത് പലരും ഓൺലൈനിൽ മേടിക്കണം, പോയി മേടിക്കാനുള്ളൊരു, പിന്നെ ഒന്നത്തെ കാര്യം നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ട് നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവും, അപ്പൊ ഇത് തന്നെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ തപ്പിയെടുക്കും, കിട്ടൂല. അത് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടി, അതുകൊണ്ട് ഇത്തവണ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അങ്ങനെയില്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു റെസ്പോൺസ്
റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ബ്രാൻഡാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ പറയാറുണ്ട്, നമ്മുടെ എന്താ പറയുക 100 ഓർഡർ എടുത്താൽ 90-95 എണ്ണേ കറക്റ്റ് ആവുള്ളൂ. മേ ബി ചിലപ്പോൾ അവർ എല്ലാവരും ഹാപ്പി ആക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ഹാപ്പി ആകാതെ കസ്റ്റമേഴ്സിന് സെറ്റിൽമെൻ്റ് ആക്കാം. അതായത് നമുക്ക് ഓക്കെ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, അതായത് ഞങ്ങളുടെ ബ്രാൻഡിന് അത് സാധിച്ചില്ല, ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യാമല്ലോ, എന്തിനാണ് വഴക്കിനൊക്കെ പോകണം, നമുക്കത് ഭംഗിയായിട്ട് അവരോട് പറയാം. ചിലപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ ഹൈ ആയിരിക്കും, നമ്മൾ ചിലപ്പോൾ അത് എന്താ പറയുക വിചാരിച്ച പോലെ എത്തിയില്ലെങ്കിൽ അത് മാനുഷികമാണ്. അവിടെ നമുക്ക് അവരെ ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യാം, ഭംഗിയായിട്ട് അത് അവസാനിപ്പിക്കാം. അതിനൊക്കെ വഴികളുണ്ട്, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ അവിടെ നമ്മൾ ഒരു കോപോ ദേഷ്യമോ ആ സമയത്ത് ഒരു ഉപകരിക്കില്ല. അത് കുറച്ചും കൂടി എന്താ പറയുക മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, ഓക്കെ അതെനിക്ക് ഇഷ്ടമായില്ല, അവരത് പറഞ്ഞു, അവരുടെ ജെനുവിനിറ്റി. നമ്മുടെ കേസിനെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ മാം ഇനി നമ്മളപ്പോൾ നോക്കണില്ല, ഓക്കെ ഞങ്ങൾക്കത് പറ്റിയില്ല, ഞങ്ങളുടെ എന്താ പറയുക അവരെ ഉദ്ദേശിച്ച ലെവലിലേക്ക് വരാൻ പറ്റിയില്ല. ഓക്കെ, ഇപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനത്തെയുള്ള ഓൺലൈൻ ബിസിനസ്സുകളാണോ കുറച്ചും കൂടി ക്ലിക്ക് ആവാന്നാണ് മാമിന് തോന്നുന്നത്? ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ രണ്ടും വേണം, ഓഫ്ലൈനും വേണം ഓൺലൈനും വേണം. ഓൺലൈനായിരിക്കുമല്ലേ കുറച്ചും കൂടി ഓൺലൈൻ ഉണ്ടെങ്കിലേ ഓഫ്ലൈൻ വളരുള്ളൂ. ഇപ്പം അതാണ് അവസ്ഥ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ അന്ന് 2017 ആ വീഡിയോ ചെയ്യുമ്പോൾ കളിയാക്കിയ പലരും ഇന്ന് രാത്രി 10 മണിക്ക് 20 എന്താ പറയുക 11 മണി വരെയൊക്കെ വീഡിയോ ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് തന്നെ എന്താ പറയുക അത്രയും കളിയാക്കിയവരുണ്ട്. അതായത് നിങ്ങളൊരു ഓണർ നിന്നിട്ട് ചെയ്യേണ്ട ഗതികേടെന്ന് പറഞ്ഞ ടീമുകളുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഏത് ഓണറായാലും അവർ ഫ്ലോറിലേക്ക് ഇറങ്ങിയാലാണ് സെയിൽ നടക്കുന്നത്. ഓൺലൈൻ. കാരണം ആ വ്യക്തിയോടുള്ള ട്രസ്റ്റാണ് ആ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നല്ല ജെനുവിനായിട്ട് നമ്മൾക്ക് എന്താ പറയുക നാട്ടിലിറങ്ങി നടക്കാവുന്ന ഒരു പേഴ്സണാലിറ്റി ആവണം. ദ സെയിം ടൈം നമ്മൾ അവരുടെ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ പാകത്തിന് ധൈര്യമായിട്ട് നമ്മൾ ഷോപ്പിൽ നിൽക്കണം. തീർച്ചയായും അതാണ് ഞാൻ പറയുകയാണെങ്കിൽ. അപ്പം നമുക്ക് ഓഫ്ലൈൻ വളരണമെങ്കിൽ ഇന്ന് ഓൺലൈൻ കൂടി ചെയ്യണം. അതിൽ നമ്മൾ അതിനുള്ള സാധ്യതകളും എക്സ്പെൻസുകളും നമ്മൾ മുടക്കിയാൽ മാത്രമാണ് ആ ബിസിനസ് മുന്നോട്ട് പോകും. ഓക്കെ, എനിക്കാണ് മാമിൻ്റെ സ്ട്രഗിൾസും അതുപോലെ അച്ചീവ്മെൻറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ ഓഡിയൻസിൽ അത്യാവശ്യം നല്ലതായിട്ട് വുമൺ ഓണ്ടർപ്രണേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇനി ഭാവിയിൽ വരുന്ന വുമൺ ഓണ്ടർപ്രണേഴ്സിന്. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്റ്റൈലിഷ് ബ്രാൻഡിന്റെ CEO കം ഡിസൈനർ ഫൗണ്ടർ എന്ന് പറയാവുന്ന എന്റെ സ്റ്റൈലിഷിലെ ചേച്ചി നമ്മുടെ പ്രിമ വിൻസെന്റ് മാം ആയിരുന്നു. അപ്പോൾ മാം ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് മാമിനോട് ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് പറയാം. അപ്പോൾ മാമിന്റെ റിപ്ലൈസ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പേജസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മാം നമ്മുടെ അങ്കമാലിക്കാരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ശരിക്കും അങ്കമാലിക്കാരിയല്ല, ഞാൻ തൃശ്ശൂരാണ്. ഞങ്ങള് മൂക്കന്നൂർ അങ്കമാലിയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം എന്നോട് സിൽബി വന്നപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം ഫ്രീ ആയിട്ട് റിയാലിറ്റി സംസാരിക്കണം. ഞാനത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ എന്താ പറയുക ഇല്ലാത്ത തള്ളലുകളുടേക്കാളും നല്ലത് എന്താണോ നമ്മൾ ഫേസ് ചെയ്തത് അത് പറയുമ്പോൾ ഒരു എടുത്തു ചാടാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു റീതിങ്ക് ആണ്. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ, അതിൽ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കുറച്ചും കൂടി ചിന്തിച്ച് ചെയ്യണം. നമ്മളെപ്പോഴും നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിൽ റിസ്കുകളെ എടുക്കാൻ പറ്റുന്ന മനോഭാവത്തോടു കൂടി അല്ലാതെ എന്തെങ്കിലും റിസ്ക് വന്നെങ്കിൽ ഓടരുത്, ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ചാറ്റ് ആയിരുന്നു മാം. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നതായിരിക്കും.